വന്നപ്പോ ഞാൻ ആകെ എന്റെ കിളി പോയി. നമ്മുടെ ജെൻസി ഓവർ യൂസ് ചെയ്യുന്നൊരു വാക്കാണ് ഓറ. ദിസ് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് ഓറ. സോ താങ്ക് യു സോ മച്ച് മമ്മൂക്ക. അങ്ങേക്ക് വേണ്ടി കൊണ്ടുവന്നത് എന്ന് ഷൗക്കത്ത് പറഞ്ഞ ഒരു ക്യാമറയാണ്. അത് വഴിതെറ്റി എൻ്റെ കയ്യിൽ വന്ന് ആ ക്യാമറയുമായിട്ടാണ് ഞാൻ എൻ്റെ സഞ്ചാരം ആരംഭിച്ചത്. ഈ റോഷൻ്റെയൊക്കെ ഇവിടെയുള്ള മസിൽ കണ്ടിട്ടുണ്ട്. ഒരു ക്യാരക്ടറിന് വേണ്ടി ഇത്ര എഫർട്ട് എടുത്ത് ബോഡി ബിൽഡ് ചെയ്യുന്ന പിള്ളേർ എനിക്കൊന്നും ജമ്മത്ത് പറ്റും. മമ്മൂക്കെ വെച്ച് ആ വർഷം തുടങ്ങിയ ആ ചിത്രം സൂപ്പർ ഡൂപ്പർ ഹിറ്റാണ് എന്ന് പറഞ്ഞതൊരു ഇപ്പോൾ ഒരു വിശ്വാസമായി മാറിയെന്ന് തോന്നുന്നോ? ഇങ്ങനെ പറഞ്ഞു വരുന്നത് നല്ലതാ. നമുക്ക് അടുത്ത വർഷം ഒരു ക്യാമിയോക്ക് ഒരു റേറ്റ് ഫിക്സ് ചെയ്യാം. ദ ക്യൂ എന്ന് പറഞ്ഞ ഞങ്ങളുടെ പ്ലാറ്റ്ഫോം തുടങ്ങാനുള്ള ധൈര്യവും ആത്മവിശ്വാസവും മമ്മൂക്ക നൽകിയൊരു വാക്കാണ്. മമ്മൂക്ക പറഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഒരു മാധ്യമ പ്രവർത്തകനിൽ നിന്ന് ഒരു മാധ്യമ സ്ഥാപനത്തിൽ ആണെന്നുള്ള ആഗ്രഹങ്ങളിലേക്കും അങ്ങനെയുള്ള യാത്ര തുടങ്ങുന്നത്. ചോദ്യം എറിയൂ, ഒന്നോ നമുക്ക് നോക്കാം. I would like to welcome all of you to the Q Studio presents the M Factor Chatta Pacha Success Meet, powered by Joy Alucas and our strength partner Kenza TMT Steel Bars. In the Chatta Pacha Success Party മാത്രമല്ല നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്, we are also celebrating one of the finest actors of our country, നമ്മുടെ സ്വന്തം മമ്മൂക്ക. He is back with his boys. വോൾട്ടറിന്റെ പിള്ളേര് തീർച്ചയായിട്ടും ജാനുവരി 2026 ആദ്യത്തെ സൂപ്പർ ഡൂപ്പർ ഹിറ്റ് തൂക്കി. Congratulations and what a proud moment for everybody. Ladies and gentlemen, the M Factor is here with us. നല്ലൊരു കൈഡി കൊടുക്കാം നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക. ഈ ഒരു അവസരത്തിൽ once again thank you so much മമ്മൂക്ക, ഞങ്ങൾക്ക് വേണ്ടി വോൾട്ടറായിട്ട് ചത്താപ്പച്ച എന്ന സിനിമയിലൂടെ സ്ക്രീനിലെത്തിയതിനും ഈ ഒരു സക്സസ് പാർട്ടിക്ക് എത്തിയതും നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെയും ഒരു സ്വാഗതം പറയാനായും ഈ ഒരു അമേസിംഗ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷന് വെൽക്കം ചെയ്യാനും ഐ ഹാവ് ജസ്റ്റ് ദ പെർഫെക്റ്റ് പേഴ്സൺ ഹിയർ. ഇറ്റ്സ് നൺ അതർ ദാൻ ഷൗക്കത്ത് ലെൻസ്മാൻ. In the name of God, most gracious and most merciful. ഈ സിനിമയുടെ തുടക്കം മുതൽ ഈ നിമിഷം വരെ ഞങ്ങളുടെ കൂടെ നിന്ന് വേണ്ട ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകി ഈ സിനിമയെ ഒരു വൻ വിജയമാക്കിയ ഒരാൾ നമ്മളോടൊപ്പമുണ്ട്. ജീവിതത്തിൻ്റെ ഒരു ദിശാസന്ധിയിലൂടെ കടന്ന് പോകുമ്പോഴും അതെല്ലാം മാറ്റിവെച്ച് എൻ്റെ കൂടെ നിന്ന ഒരാൾ. പ്രശസ്തിയോ പദവിയോ പണമോ ഒന്നുമല്ല, ഹൃദയബന്ധമാണ് ഏറ്റവും വലുത് എന്ന് എന്നെ ബോധ്യപ്പെടുത്തിയ ഒരാൾ. ഞാൻ പറയുന്നത് നമ്മുടെ മമ്മൂക്കയെക്കുറിച്ചാണ്. നിങ്ങളെയെല്ലാം സാക്ഷി നിർത്തി ഈ ചെയ്തു തന്ന സ്നേഹത്തിനും വാത്സല്യത്തിനും ഞാൻ നന്ദി പറയുന്നു. നമ്മുടെ പിതാമഹന്മാർ നമുക്ക് കാണിച്ചു തന്ന വഴിയിലൂടെ നാം സഞ്ചരിക്കുകയും ആ വഴികൾ നമ്മുടെ വരും തലമുറകൾക്ക് ഒരു വഴികാട്ടിയാവട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും എൻ്റെ നന്ദി, സ്നേഹം അറിയിക്കുന്നു. താങ്ക് യു. When we have to talk about some people, ആദ്യം തന്നെ ഈ ഒരു സിനിമയുടെ പ്രൊഡ്യൂസേഴ്സിനെ കുറിച്ച് സംസാരിക്കണം. ബിക്കോസ് അത്രയും വലിയൊരു സ്കെയിലിലാണ് ഈ സിനിമ അവതരിപ്പിച്ചിരിക്കുന്നത്. We want to say a big thank you to Trans World Group, അതിൻ്റെ ചെയർമാൻ രമേശ് രാമകൃഷ്ണൻ and managing director Ritesh Ramakrishnan, and of course to the Lensman Group as well. Shaukat Lensman ആണ്. We have Shihan Shaukat from Lensman who partnered together as the producers of Chatta Pacha, the Ring of Rowdies. ഈ ഒരു അവസരത്തിൽ I'd like to welcome our producer Shihan Shaukat on stage. Give him the loudest round of applause, ladies and gentlemen. Congratulations, what a mega start to the year.
Yeah, thank you so much. First of all, thanks a lot, എല്ലാവരും ഇവിടെ വന്നതിന്, and of course, thanks to our beloved Mamukka. ചേച്ചി പറഞ്ഞ പോലെ this has been a dream 2 yearsന് വേണ്ടിയിട്ട്, and ഇത്ര വലിയൊരു സ്കെയിലിൽ ചെയ്യുമെന്ന് ഞങ്ങൾ പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ like everything in life, you know, we just face the challenges, and I think we've come up with something pretty good. You know, ഷിഹാനെ അങ്ങനെ എല്ലാവർക്കും പരിചയം ഉണ്ടാവത്തില്ല. ബട്ട് ഷിഹാൻ ഇതിലൊരു പ്രൊഡ്യൂസറായി വന്നാൽ പോലും യു ആർ ആക്ച്വലി എ ഡയറക്ടർ. ഷിഹാൻ ഡയറക്ട് ചെയ്ത ഒരു ഷോർട്ട് ഫിലിം ഈസ് എ കാൻസ് ഫിലിം അവാർഡ് വിന്നർ. സോ യു ഹാവ് ടു ഗിവ് ഹിം എ ലൗഡ് റൗണ്ട് ഓഫ് അപ്ലോസ്. ഇത് അധികം ആൾക്കാർ അറിയില്ലെങ്കിൽ അറിഞ്ഞോട്ടെ എന്ന് പറയുവാണ്. ടെൽ us a bit about Deadline, അല്ലേ? Yeah, tell me about Deadline. അത് കാൻ ഫിലിം മാത്രമല്ല, വേറെ കുറേ അവാർഡ്സും ജയിച്ചിട്ടുണ്ട്. ടെൽ us കുറച്ച് ബൂസ്റ്റ് ചെയ്തോ. Yeah, I mean, Deadline was just a short film I did with Ishanta Gode. അപ്പോൾ ആ സമയത്ത് we had no expectations. We just made it for YouTube and things like that. പക്ഷേ അതിൻ്റെ ഒരു ക്വാളിറ്റിയും സ്കെയിലും മാറിയപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ, വെറുതെ ഒരു ക്യാൻ ഫിലിം ഫെസ്റ്റിവൽ ഒന്ന് സബ്മിറ്റ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും. Similar to Chatta Pacha as well. ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ Advait, when we started, Chatta Pacha was not this big of a project. Pinna, we got all these massive stars of the industry like Anand C. Chandran, Praveen Chetan, and Mujib Majid, Shankar S. Anloy. When we got this sort of a team, we had to do it on a certain scale, and the way they've executed it is brilliant. So thanks to everyone who's here, and a big round of applause for the technical team, please. One more thing I have to say, Shihan, ഇതിൻ്റെ പ്രൊഡ്യൂസറായിട്ട് മാത്രമല്ല, ഈ സിനിമയുടെ ഒരു ക്രിയേറ്റീവ് ഡയറക്ടറായിട്ടും you have performed. ഇതിൻ്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, പ്രൊമോഷണൽ സ്ട്രാറ്റജി has been next level. There is no doubt it deserves a round of applause, so congratulations. You want to say something on that? ഈ ഐഡിയാസ് ഒക്കെ എവിടുന്നാണ് വരുന്നത്? അത് ആക്ച്വലി ലൈക്ക് പുറത്തുനിന്ന് ഒരാൾ വരുമ്പോൾ ലൈക്ക് മൈ സെൽഫ് ഇത് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തില്ലെങ്കിൽ നോ വൺ വിൽ റിയലി പേ അറ്റൻഷൻ ടു എ ഫിലിം. അപ്പോൾ ഫ്രം ദ വെരി ബിഗിനിങ് വി ഹവ് ബിൻ പ്രൊമോട്ടിങ് ഇറ്റ് ഡിഫറെൻ്റ്ലി, ആൻഡ് ഇറ്റ് ഈസ് എ യുണീക് സബ്ജക്ട്, യുണീക് കോൺസെപ്റ്റ് ആയതുകൊണ്ട് ദർ ഇസ് എവറി സ്കോപ്പ് ഓഫ് പ്രൊമോട്ടിങ് ഇറ്റ് ഡിഫറെൻ്റ്ലി, ആൻഡ് when you bring something new like that, it has to be placed like that, and we deserve to be seen as well. So, and I think like Advait said in an interview recently, we wanted to showcase Vishak, Roshan, Arjun, Nishan, and in a way they've never been showcased, and I think much deserved all the appreciation each one of them is getting these in the last 2 days, and I'm so happy for them, and they're like my brothers, and the rest of the crew as well. I mean, they've gotten all the credit they deserve, so kudos to them as well. Ladies and gentlemen, the debut director delivering a smash hit, Advait Nayar. How are you feeling, Mane? I'm feeling on top of the world. എല്ലാവർക്കും big thanks ഇന്ന് വന്നതിന്. Mamukka for all the support, my real world family, my actors. ഈ ചത്ത പച്ച എന്ന് പറയുന്ന ഒരു സിനിമ എനിക്കും ഒരു കൂട്ടം പുതുമുഖങ്ങൾക്കും കിട്ടിയ ഒരു അവസരമാണ്. This is a big opportunity that we got to sort of like prove ourselves and to show that we can make films, we can act, all that. അതിനുള്ളൊരു ഇത്രയും വലിയൊരു ക്യാൻവസിൽ സപ്പോർട്ട് തന്ന് ഇൻ പ്രൊഡക്ഷൻ ലെവൽ, അറ്റ് ക്രിയേറ്റീവ് ലെവൽ, എല്ലാ രീതിയിലും നമ്മളെ സപ്പോർട്ട് ചെയ്ത എൻ്റെ റിയൽ വേൾഡ് ഫാമിലിക്ക് വലിയൊരു താങ്ക്സ്. ഇത് ഫോം ചെയ്തപ്പോൾ ഞാൻ ഇത് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, ഇത് എനിക്ക് ഐ ഹഡ് ലോസ്റ്റ് ഹോപ്പ് ഓൺ ദിസ് പ്രോജക്റ്റ്. അധികം ആൾക്കാർ കൺവിൻസ്ഡ് ആയിരുന്നില്ല പണ്ട് 2019 ഇത് ആദ്യം പിച്ച് ചെയ്യുമ്പോൾ. ഷിഹാനും ഇഷാനും ഈ കഥ കേട്ടപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു ദാറ്റ് നിങ്ങൾ എന്താ ചെയ്യുന്നത്, ഈ കഥയല്ലേ നമ്മൾ ഉണ്ടാക്കണ്ടേ. അവിടുന്ന് തുടങ്ങിയ ഒരു ഡിസ്കഷനാണ്. നമ്മളിപ്പോഴും ഇവരുടെ വില്ലയിൽ, മരടിലുള്ള വില്ലയിൽ നമ്മൾ 3 പേരുമായിട്ട് തുടങ്ങിയ ഒരു ഡിസ്കഷനാണിത്. അവിടുന്ന് വി ബിൽറ്റ് ഇറ്റ് അപ്പ് ഫ്രം സ്ക്രാച്ച്. അലോങ് ദ വേ we got these beautiful actors like Roshan, Vishak, Ishan was already a part of this, നമ്മുടെ അർജുൻ ചേട്ടൻ. അങ്ങനെ ഇതങ്ങ് this family just kept getting bigger, and പിന്നെ ക്യാൻവസും വലുതായിക്കൊണ്ടേയിരുന്നു. At no point did this production tell me that listen, ഇത് കുറച്ച് ഓവറായിട്ട് വലുതാവുന്നുണ്ട്. they were pushing me, think bigger, think larger, think more entertaining, and എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് in the creative process വലിയൊരു എക്സ്പീരിയൻസ് ക്രൂവിനെയും കൂടെ തന്നു. എല്ലാവരും അവിടെ ഇരിപ്പുണ്ട്. ബിഗ് താങ്ക്സ് ടു യു ഗൈസ്. ഐ വോണ്ട് ഗെറ്റ് ടു സ്റ്റാൻഡ് ഹിയർ അൺലെസ് യു ഗൈസ് പുട്ട് ഇൻ ദ സോർട്ട് ഓഫ് വർക്ക് ദറ്റ് യു ഡിഡ്. എനിക്ക് വലുതായിട്ട് ക്രിയേറ്റീവ്ലി അങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിനെക്കാട്ടും എനിക്ക് ഇവർ തരുന്ന ഐഡിയാസിൽ നിന്നൊന്ന് ഫിൽട്ടർ ചെയ്ത് എല്ലാവരും ഒരുമിച്ചൊന്നത് ഫോം ചെയ്തെടുത്ത പ്രോജക്റ്റാണ്. ആൻഡ് അതിൻ്റെയൊക്കെ മേളിൽ ഏറ്റവും വലിയൊരു സപ്പോർട്ടായിരുന്നു നമ്മുടെ
വാൾട്ടർ നമുക്ക് തന്നത്. സോ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് ടു ഹിം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ദാറ്റ് മമ്മൂക്ക ഡെബ്യൂ ഡയറക്ടേഴ്സിന് അവസരം കൊടുക്കുന്നതാണ്. ലൈക്ക് ഹീസ് വെൽ നോൺ ഫോർ ഗിവിങ് ചാൻസസ് ടു ഡെബ്യൂ ഡയറക്ടേഴ്സ്. ആ ഒരു ലിസ്റ്റിലേക്ക് എൻ്റെ പേരും കൂടെ ചേർത്തതിന് ഐ എം വെരി താങ്ക്ഫുൾ ടു യു. യു ആർ എ ഹീറോ മമ്മൂക്ക. യു ആർ എ ഹീറോ. വാൾട്ടറുടെ പിള്ളേരിൽ ഞാനും ഒരാളാണ്. അപ്പോൾ ഐ ടേക്ക് മേജർ പ്രൈഡ് ഇൻ ദാറ്റ്. സോ എല്ലാവർക്കും വലിയ താങ്ക്സ് ഇന്ന് വന്നതിന്. എൻ്റെ ഫാമിലി, മൈ ഫ്രണ്ട്സ്, ഓൾ ഓഫ് യു, ഐ ലവ് യു സോ മച്ച്. ഐ എം സോ ഗ്രേറ്റ്ഫുൾ ടു ഓൾ ഓഫ് യു ഫോർ getting me till here. This has been a big time dream of mine. ഒന്നും നോക്കണ്ട, ചത്ത പച്ച എന്ന് പറഞ്ഞു പോയി എന്താ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്തോളൂ. ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്റ്റേജിൽ മിസ്റ്റർ മമ്മൂക്കയുടെ മുന്നിൽ വന്ന് നിൽക്കാൻ പറ്റുമായിരിക്കും. താങ്ക് യു. അമേസിംഗ് ആയിട്ടുള്ള നമ്മളുടെ ഈ എം ഫാക്ടർ സക്സസ് പാർട്ടി കുറച്ചുകൂടി സ്പെഷ്യൽ ആക്കാൻ നിരവധി സ്പെഷ്യൽ ഗസ്റ്റ് ഫ്രം ദ ഫിലിം ഇൻഡസ്ട്രി നമ്മുടെ കൂടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ അവസരത്തിൽ ചത്തേ പച്ചയെക്കുറിച്ചും നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്കയെക്കുറിച്ചുമുള്ള അവരുടെ ഒരു വാക്ക് ഷെയർ ചെയ്യാൻ ഞാൻ അവരെ ഓരോരുത്തരായി വിളിക്കുകയാണ്. ആദ്യം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട സംവിധായകനായ എസ്.ബി. മലയിൽ സർ, could I please welcome you on stage? നല്ലൊരു കൈയടിയോടെ എസ്.ബി. സാറിനെ വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. ആദ്യം തന്നെ ജാമ്യം എടുക്കട്ടെ. ചത്താപ്പച്ച ഞാൻ ഇതുവരെ കണ്ടില്ല. റിവ്യൂസൊക്കെ കാണുന്നുണ്ട്, നല്ല റിപ്പോർട്ട്സ് കേൾക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം റിലീസിൻ്റെ തലേ ദിവസം ഷൗക്കത്തിൻ്റെ ബ്രദറിനെ ഞാൻ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, നല്ല റിപ്പോർട്ട്സ് കേൾക്കുന്നുണ്ടല്ലോ ട്രെയിലർ റിലീസ് ചെയ്ത് കഴിഞ്ഞ ശേഷം. ആ റിപ്പോർട്ട്സ് അല്ലെങ്കിൽ ആ ട്രെയിലർ കൊടുത്ത ആ ഫീഡ്ബാക്ക് തിയേറ്ററുകളിലേക്കും എത്തുമ്പോൾ കിട്ടുന്നു എന്നുള്ളത് വളരെ സന്തോഷം. ഒരു പുതിയ കൂട്ടം ചെറുപ്പക്കാർ മലയാള സിനിമയെ എൻട്രി ചെയ്ത് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു സിനിമ ഉണ്ടാക്കുക എന്നുള്ളത് വലിയ സന്തോഷമാണ്. നേരത്തെ ഇതിൻ്റെ ഡയറക്ടർ പറഞ്ഞതുപോലെ പുതിയ ആൾക്കാർക്ക് ഡെബ്യൂട്ടൻ ഡയറക്ടേഴ്സിന് എപ്പോഴും അവസരം കൊടുക്കുന്ന ആളാണ് ശ്രീ മമ്മൂട്ടി. ഞാനും ആ ഗണത്തിൽപ്പെട്ട ആളാണ്. ആൾ രൂപം കൊണ്ടല്ല, ശബ്ദം കൊണ്ടാണ് എൻ്റെ ആദ്യത്തെ സിനിമയിലുണ്ടായിരുന്നത്. മമ്മൂട്ടി ചേട്ടൻ എന്ന അദൃശ്യ കഥാപാത്രമായിട്ട് അദ്ദേഹം എൻ്റെ ആദ്യത്തെ സിനിമയിലെ ശബ്ദം കൊണ്ട് എൻ്റെ സാന്നിധ്യമായിട്ടുണ്ടായിരുന്നു. എനിക്ക് കൂടുതൽ പറയാനുള്ള അദ്ദേഹത്തെക്കുറിച്ച് തന്നെയാണ്. പക്ഷേ ഒരാളെ മുമ്പിൽ ഇരുത്തിക്കൊണ്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ പറയുമ്പോൾ കേൾക്കുന്നയാളുടെ ഒരു ജാള്യതയെക്കുറിച്ച് ഉള്ള ബോധ്യമുള്ളത് കൊണ്ട് ഞാൻ അധികം പറയുന്നില്ല. എൻ്റെ 45 വർഷങ്ങൾക്ക് മുമ്പ് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ പോയി സ്വീകരിച്ച് അന്ന് കണ്ട ആ സൗഹൃദവും സ്നേഹവും സന്തോഷവും ഇപ്പോഴും പറയാതെ അറിയുന്ന ഒരു ബന്ധം ഞങ്ങളുടെ ഇടയിൽ ഇപ്പോഴുമുണ്ട്. അത് ഇനിയും തുടരുക തന്നെ ചെയ്യും. പണ്ട് ജോൺസൺ പറഞ്ഞതുപോലെ, ഒരിക്കൽ ജോൺസൻ്റെ അടുത്ത് പറയുകയാണ്, നമ്മൾ തമ്മിലൊരു സൗഹൃദം ഉണ്ടാകുന്നത് സിനിമയിൽ ഒരുമിച്ച് ജോലി ചെയ്യുന്നതുകൊണ്ടാണ്. പക്ഷേ ആ സൗഹൃദം നിലനിർത്താൻ സിനിമ വേണമെന്നുള്ള നിർബന്ധമല്ല. അങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ ആ സൗഹൃദത്തിൻ്റെ ഒരു സത്യസന്ധത ഇല്ലാതായി പോകും. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഈ 45 വർഷത്തെ സ്നേഹവും സൗഹൃദവും സന്തോഷവും ഉള്ളിൽ സൂക്ഷിക്കുന്നു. താങ്ക് യു മമ്മൂട്ടി ഫോർ ഓൾ ദീസ് ഇയേഴ്സ് ഓഫ് ഫ്രണ്ട്ഷിപ്പ്. ആ ഒരു വാംത്ത് എല്ലാത്തിനായിട്ടും നന്ദി. ആൻഡ് സക്സസ് ആൻഡ് കൺഗ്രാജുലേഷൻസ് ടു ടീം. എന്താണ് ചത്താപ്പച്ചയാണ്? ചത്താപ്പച്ച എനിക്കെപ്പോഴും അതൊരു ടങ് ട്വിസ്റ്ററാണ്. ചത്താപ്പച്ച ടീമിന് എൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും. താങ്ക് യു. സെബി സാർ, ഒരു കാര്യം ചോദിച്ചോട്ടെ. സെബി സാർ, മമ്മൂക്കയുടെ കൂടെ കുറച്ച് സൈക്കോളജിക്കൽ ഡ്രാമാസും അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട്. തനിയാവർത്തനം, ഓഗസ്റ്റ് 1 ഇപ്പം മമ്മൂക്ക നമ്മുടെ മുമ്പിൽ വോൾട്ടറായി എത്തുന്നു, ബിലാലായി എത്തുന്നു, ഇങ്ങനത്തെയൊക്കെ ക്യാരക്ടേഴ്സ്. അപ്പം മമ്മൂക്കയുടെ വാട്ട് ക്വാളിറ്റി ഓഫ് ദാറ്റ് ആക്ടർ മേക്സ് ഹിം ഡു ഓൾ ദീസ് തിങ്സ് ആസ് എ ഡയറക്ടർ? സാറിന് എന്ത് തോന്നുന്നു? ഈ മമ്മൂട്ടി ഇപ്പോഴും നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പോഴും ചെയ്യുന്ന ഓരോ സിനിമകളും ഇപ്പോൾ പുതിയ പിള്ളേരുടെ കൂടെ ചെയ്യുമ്പോഴും അവരെക്കാളും അപ്ഡേറ്റഡാണ് അദ്ദേഹം അല്ലേ. സിനിമയെക്കുറിച്ച്, വേഷങ്ങളെക്കുറിച്ച്, ഫാഷനെക്കുറിച്ച്, എന്താണ് പുതിയ ഗാഡ്ജറ്റ്സുകളെക്കുറിച്ച് എന്നും എപ്പോഴും ഇത്രയും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ടർ എന്നല്ല, ഒരു വ്യക്തിയെ നമുക്ക് അപൂർവമായിട്ട് കണ്ടെത്താൻ കഴിയും. സോ he's continuing he's never stopping. Thank you so much, Sibi sir. Thank you so much for being with us. മമ്മൂക്കയുടെ സെവറൽ ഐക്കോണിക് ക്യാരക്ടേഴ്സ് നമ്മൾ കണ്ടിട്ട് എന്നാലും പെട്ടെന്ന് ഓർത്തിരിക്കുന്ന കുറച്ച് പേരുകൾ വരുന്ന ഒരു പേരാണ് ഏതാണ്? സേതുരാമയ്യർ.
CBI ഡയറി കുറിപ്പ്. അത് ഹാസ് ബിൻ സ്പെക്ടാക്യുലർ. മലയാളികളുടെ ഒരു യാത്രയുടെ കൂടെ സഞ്ചരിച്ച ഒരു കഥാപാത്രമാണ്. ആൻഡ് അത് എഴുതിയ നമ്മൾക്ക് എല്ലാവർക്കും സമ്മാനിച്ച SN സ്വാമി സാർ ഇവിടെ നമ്മുടെ കൂടെയുണ്ട്. അദ്ദേഹത്തെ വേദിനെ നല്ലൊരു കൈഡിയോടെ സ്വാഗതം ചെയ്യാം. SN സ്വാമി സാർ, വേദിയിലേക്ക് സ്വാഗതം. ഇന്ന് ദ M ഫാക്ടർ മമ്മൂക്കയുടെ ചത്താ പച്ചയിലെ വോൾട്ടറായിട്ടും അദ്ദേഹം എത്തി നിൽക്കുകയാണ്. സാറിൻ്റെ സേതുരാമയ്യർ, എന്ത് തോന്നുന്നു? ഞാൻ ഈ പടത്തിൻ്റെ ലൊക്കേഷനിൽ പോയിരുന്നു ഒരു പ്രാവശ്യം, മമ്മൂട്ടിയുള്ള സമയം. അത് കണ്ടപ്പോഴേ എനിക്ക് ഈ പടത്തെക്കുറിച്ച് എന്തൊക്കെയോ പ്രതീക്ഷ തോന്നിയിരുന്നു മനസ്സിൽ. ഞാനന്ന് അതിൻ്റെ പ്രൊഡ്യൂസറായ ഷൗക്കത്തിനോട് പറയുകയും ചെയ്തു. ഫസ്റ്റ് ഡേ തന്നെ ഞാൻ ഈ പടം കണ്ടു. ഈ പടത്തിൽ എനിക്ക് അവസാനത്തെ 20 മിനിറ്റ് കണ്ടു തുടങ്ങിയപ്പോൾ ഇത് ഹിന്ദി പടമാണോ തെലുങ്ക് പടമാണോ തമിഴാണോ ഇംഗ്ലീഷാണോ ഒന്നും മനസ്സിലായില്ല. അത്ര വിഷ്വൽസും കാര്യങ്ങളും മ്യൂസിക്കും എല്ലാം ഞാൻ വെറുതെ പറയല്ല. ഇറ്റ് ഈസ് നോട്ട് എ പ്രൈസ്. ഐ എം ടെല്ലിങ് സംതിങ് വിച്ച് ഈസ് എ ഫാക്റ്റ്. അപ്പോൾ എന്തു പറഞ്ഞാലും ശരിയാണ്, എനിക്ക് ഈ പടം ഇഷ്ടപ്പെട്ടു. ഇത് കണ്ട എല്ലാവർക്കും ഇത് തന്നെയായിരിക്കണം അഭിപ്രായം, ഇത് തന്നെയായിരിക്കും അഭിപ്രായം. എല്ലാ നന്മകളും നേരുന്നു. നന്ദി, നമസ്കാരം. മമ്മൂക്കയുടെ മറ്റൊരു സൂപ്പർ ഹിറ്റ് ചിത്രം പ്രൊഡ്യൂസ് ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട ജോബി ജോർജ് ഇവിടെ ഇരിപ്പുണ്ട്. നല്ലൊരു കൈഡിയോടെ അദ്ദേഹത്തെ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യാം. വെരി ഗുഡ് ഈവനിങ്. ഷൗക്കത്ത് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. 25 കൊല്ലം മുമ്പ് ഷൗക്കുവിനെ ആദ്യം ലണ്ടനിൽ എത്തിച്ചത് ഞാനാണ്. അതിനുശേഷം ഞങ്ങളുടെ സൗഹൃദം വളർന്ന് പന്തലിച്ചു. സത്യസന്ധപരമായിട്ട് പറഞ്ഞാൽ 28 സിനിമ നിർമ്മിച്ച ഗുഡ്വിൽ എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് മമ്മൂക്കയായിട്ടുള്ള സൗഹൃദമാണ്. ആ മമ്മൂക്കയുടെ സൗഹൃദത്തിലേക്കുള്ള ആദ്യ പടിയിട്ട ഒരു വ്യക്തിയാണ് ഷൗക്കു. ഞാൻ ആദ്യം മമ്മൂക്കയുടെ സൗണ്ട് എൻ്റെ ചെവിയിൽ കേൾക്കുന്നത് ഷൗക്കുവിൻ്റെ ഫോൺ വഴിയാണ്. അതിനുശേഷം അതിനുശേഷം അത് ഊട്ടി ഉറപ്പിച്ചത് പ്രമോദ് പപ്പൻ എന്ന് പറയുന്ന എൻ്റെ സുഹൃത്തുക്കളാണ്, ഒരു സംശയവും വേണ്ട. ഇനി അടുത്തതിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ, ഇവരുടെ മക്കൾക്ക് നമ്മളിപ്പോൾ ഇവിടെ ആഘോഷിക്കുന്നത് വിജയാഘോഷമാണെങ്കിൽ ഇവർക്ക് കിട്ടിയ ഏറ്റവും വലിയ മഞ്ഞൾ പ്രസാദം എന്ന് പറയുന്നത് മമ്മൂക്ക ഈ സിനിമയിൽ അഭിനയിക്കാമെന്ന് പറഞ്ഞതാണ്. അന്ന് ഇതിൻ്റെ സക്സസ് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇതിനപ്പുറത്തേക്ക് എന്ത് പറയുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും വലിയത് മമ്മൂക്ക തന്നെയാണ്. കാരണം ഇന്ന് മലയാള സിനിമയെ എന്ന 3 അക്ഷരത്തെ ഇത്രത്തോളം വാരിപ്പുണരുന്ന വേറൊരു ആക്ടറുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം മമ്മൂക്കയുടെ അറിവും പരിജ്ഞാനവും വെച്ച് കേരളത്തിലെ മുഖ്യമന്ത്രി വരെ വേണേ ആകാം. പക്ഷേ അദ്ദേഹം സിനിമയെ വിട്ട് എങ്ങും പോകുന്നില്ല. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു വലിയ ഹോട്ടൽ ശൃംഖല തുടങ്ങാം, റെസ്റ്റോറൻറ്റ് ചെയിൻ തുടങ്ങാം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി വെച്ച് വേണമെങ്കിൽ അദ്ദേഹത്തിന് ഒരു വലിയ തിയേറ്റർ ശൃംഖലകൾ ഉണ്ടാക്കാം. പക്ഷേ അദ്ദേഹം ഇന്നും സിനിമയെയും നടനത്തെയും സ്നേഹിക്കുന്നത് കൊണ്ട് സിനിമക്കാരനായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതൊരു വലിയ കാര്യമാണ്. അതിനൊക്കെ അപ്പുറത്തോട്ട് എനിക്ക് അറിയാവുന്നത് ഇത്രയും നല്ലൊരു മനുഷ്യ സ്നേഹിയായ ഒരു വ്യക്തിയെ ഞാൻ ഇന്നുവരെയും കണ്ടിട്ടില്ല. അതുകൊണ്ട് മമ്മൂക്ക വന്നതാണ് ചത്താപ്പച്ചയുടെ ഏറ്റവും വലിയ വിജയമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പിള്ളേരെ അതൊരു വലിയ ഭാഗ്യമാണ്. കാര്യം ഞാൻ ഷൗക്കുവിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ മക്കൾ സക്സസിൻ്റെ കൊടുമുടിയിലേക്ക് കയറുന്നത് വളരെ വലിയ കാര്യമാണ്. ഒരാൾ ഡയറക്ടറാകുന്നു, ഒരാൾ നടനാകുന്നു, അത് ചെറിയ കാര്യമല്ല. അതുകൊണ്ട് അവർക്കും ചത്താപ്പച്ചയ്ക്കും ഡയറക്ടർക്കും കൂടെ അഭിനയിച്ച എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും നേരുന്നു. ഞാൻ സിനിമ എൻ്റെ തിയേറ്ററിൽ ആദ്യ ഷോ കണ്ടതാണ്, എനിക്കിഷ്ടപ്പെട്ട്. താങ്ക് യു. We're also very, very lucky to have the wonderful writer, actor, director Shankar Ramakrishnan is here with us. And welcome to the success party of Chatta Pacha. This is a surprise call for me to be here, but I consider myself, much lucky to be part of the early conversations Chatta Pacha team was having, because first time I met Shihan at his place, I found that gentleman quite, knowledgeable about how a film should not be. Another karyam,
Ishan, I have seen you in Marco, but as an actor, it's also about the second step that you take and also the integrity that you show towards the art. So this film is also about Advait and also all the efforts that the team, especially the writing team, and also all the other technical teams have put towards. Chattapacha എന്നുള്ള പേരിൽ തന്നെ ബേസിക്കലി ഒരു ഫിയർലെസ്നെസ് ഉണ്ട്. സോ ബേസിക്കലി ഭയമില്ലായ്മ, അതാണ് ഒരു പക്ഷേ ഒരു ഫൈറ്റിംഗ് റിങ്ങിൽ ഒരു പോരാളിയെ എതിരിടുമ്പോൾ അയാൾക്കുണ്ടാവേണ്ടത്, ആത്മവിശ്വാസവും ഭയമില്ലായ്മയും. സോ എനിക്ക് തോന്നുന്നു ഇതിലെ ഓരോ വ്യക്തിക്കും ഓരോ അംഗത്തിനും അതുണ്ടായിരുന്നു. അതിൻ്റെ ഒരു മാസ്റ്റ് ഹെഡാണ് ഒരു പക്ഷേ ഇവിടെ ജോബിച്ചേട്ടൻ പറഞ്ഞതുപോലെ എപ്പോഴാണ് അതിനൊരു വാക്ക് പറഞ്ഞു, മഞ്ഞൾ പ്രസാദം എന്ന്. ആ വാക്ക് അത് ഇതിനൊരു തിലകക്കുറി എന്ന് ഉദ്ദേശിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ എന്താണെങ്കിലും അതൊരു അഗ്നിക്കുറിയാണ്. അഗ്നിക്കുറി എന്ന വാക്ക് ആദ്യം ഉപയോഗിച്ചത് യശശരീരനായ ശ്രീ പി പത്മരാജനാണ്. ജനുവരി 24 ഇന്ന് അദ്ദേഹത്തിൻ്റെ 35 അദ്ദേഹം നമ്മൾ വിട്ടുപോയിട്ട് മലയാള സിനിമയെ വിട്ടുപോയിട്ടുള്ള 35 വർഷമാണ്. അദ്ദേഹത്തിനെ വളരെ ആദരപൂർവ്വം ഞാൻ ഈ വേദിയിൽ ഓർമ്മിക്കുന്നു. ഈ സിനിമയിലെ ഓരോ സാങ്കേതിക പ്രവർത്തകർക്കും എൻ്റെ ആദരപൂർവ്വമായ നന്ദി അറിയിക്കുന്നതിനോടൊപ്പം മലയാള സിനിമയിൽ അടിമുടി മാറ്റങ്ങളുടെ ഒരു കാലവർഷം കൊണ്ടുവന്ന ആ മഹാനടന് മുന്നിൽ ആത്മപ്രണാമം. ഈ ലോകത്തെ വിഷ്വൽസിലൂടെ ക്യാപ്ചർ ചെയ്ത് നമ്മുടെ മുന്നിൽ എത്തിച്ച നമ്മൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട ശ്രീ സന്തോഷ് ജോർജ് കൊളങ്ങര സാർ നമ്മുടെ കൂടെ എത്തിയിട്ടുണ്ട്. ചത്താപ്പച്ച എന്ന ഈ ഒരു സെലിബ്രേഷനിൽ സന്തോഷ് സാർ എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാനും നമുക്കൊരാഗ്രഹം. വെൽക്കം ടു ദി സെലിബ്രേഷൻ സാർ. സിനിമ ലോകത്ത് നിന്ന് കുറച്ച് അകലം പാലിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ നിങ്ങളെയൊക്കെ ആരാധിക്കുന്നയാളുമാണ്. ഞാനിവിടെ എത്താൻ കാരണം ഒരു 30-32 വർഷമായി ഷൗക്കത്തുമായിട്ടുള്ള ഒരു ബന്ധത്തിൻ്റെ പേരിലാണ്. ഒരു 30-32 വർഷം മുമ്പ് മുതൽ അദ്ദേഹം മനസ്സിൽ താലോലിക്കുന്ന സിനിമയുടെ സ്വപ്നങ്ങൾ ഏതാണ്ട് നന്നായിട്ട് അറിയുന്ന ഒരാളാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ ലെൻസ്മാൻ സ്റ്റുഡിയോയുടെ വരാന്തയിലിരുന്ന് ഒത്തിരി സ്വപ്നങ്ങൾ കണ്ടിട്ടുള്ള ആളാണ് ഞാനും. അവിടെ നിന്ന് തന്നെയാണ് ഞാൻ എൻ്റെ സഞ്ചാരം ആരംഭിച്ചതും. അപ്പോൾ ഈ സഞ്ചാരം ആരംഭിക്കുമ്പോൾ അതിന് നിമിത്തമായ അല്ലെങ്കിൽ അതിന് പ്രകടമല്ലാതെ കാരണക്കാരനായ ഒരു വലിയ മനുഷ്യനും ഇപ്പോൾ എൻ്റെ മുമ്പിലുണ്ട്. അത് മമ്മൂക്കയ്ക്ക് പോലും അറിയാത്തൊരു രഹസ്യമാണത്. ഞാൻ പലപ്പോഴും അത് സഞ്ചാരത്തിലൂടെ സഫാരിയിലൂടെ സഞ്ചാരത്തിൻ്റെ പ്രേക്ഷകരോട് പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങയ്ക്ക് വേണ്ടി കൊണ്ടുവന്നത് എന്ന് ഷൗക്കത്ത് പറഞ്ഞ ഒരു ക്യാമറയാണ്. അത് വഴിതെറ്റി എൻ്റെ കയ്യിൽ വന്ന് ആ ക്യാമറയുമായിട്ടാണ് ഞാൻ എൻ്റെ സഞ്ചാരം ആരംഭിച്ചത്. ഒരു ദിവസം ലെൻസ്മാനിലേക്ക് ഞാൻ പതിവ് പോലെ വൈകുന്നേരം എഡിറ്റിന് വേണ്ടി ചെല്ലുമ്പോൾ അവിടെ കാത്തിരിക്കണം. എറണാകുളത്ത് 1-2 സ്റ്റുഡിയോ എന്നുള്ളൂ. അപ്പോൾ വരാന്തയിൽ ഇങ്ങനെ കാത്തിരുന്നാലാണ് സീരിയലുകളുടെയൊക്കെ ഇടവേളകളിലാണ് സഞ്ചാരം പോലുള്ള ദുർബലമായൊരു പരിപാടിക്ക് അവസരം തരിക. 2 കാര്യങ്ങളാണ്. ഒന്ന്, സീരിയലിനെ സമയം കൊടുത്താൽ പൈസ രൊക്കം കിട്ടും, സഞ്ചാരത്തിന് പൈസ ചിലപ്പം കുറച്ച് ഡിലേ ആവും. അങ്ങനെ ഒരു ദിവസം ചെല്ലുമ്പോൾ ഷൗക്കു എൻ്റെ അടുത്ത് പറഞ്ഞു, സന്തോഷേ ഒരു ഗംഭീര ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട്. ഞാൻ ചോദിച്ചു എന്താണ്? ഒരു നല്ല ക്യാമറ, ഏറ്റവും ലേറ്റസ്റ്റ് ക്യാമറയുടെ. ഷൗക്കു കാര്യങ്ങൾ പറയുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഒരു 10 മിനിറ്റോളം അദ്ദേഹം ക്യാമറയെ വർണ്ണിച്ചു, ആ ക്യാമറയുടെ ഗുണഗണങ്ങൾ വർണ്ണിച്ചു. അത് കിട്ടിയാൽ നിങ്ങളുടെ ജീവിതം എങ്ങനെ മാറി മറിയുമെന്ന് വിവരിച്ചു. ഇതെല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞു, അത് പക്ഷേ ഇപ്പം എൻ്റെ കയ്യിലില്ല, അത് തിരുവനന്തപുരം എയർപോർട്ടിൽ പിടിച്ചു വെച്ചിരിക്കുക. അത് DV ക്യാം എന്ന് പറയുന്ന ക്യാമറയാണ്. കേരളത്തിൽ ആദ്യമായിട്ട് വരികയാണ് സാധനം. അത് ആർക്ക് വേണ്ടിയാണ് കൊണ്ടുവന്നത് നിങ്ങൾക്കറിയുമോ? മമ്മൂക്കയ്ക്ക് വേണ്ടി കൊണ്ടുവന്ന സാധനമാണത്. ഇവിടെ കേരളത്തിൽ ആർക്കും അങ്ങനെ ഒരു ക്യാമറ ഉള്ളതായിട്ട് അറിയില്ല. അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ ഒരു ക്യാമറ ഇറങ്ങിയിട്ടുണ്ട്, ഷൗക്കത്തെ ആ ക്യാമറ വേണം, കൊണ്ടുവരൂ. ഇങ്ങനെ കൊണ്ടുവന്ന വഴിയാണ് എയർപോർട്ടിൽ കുടുങ്ങിപ്പോകുന്നത്. അപ്പോൾ ഷൗക്കത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇപ്പോൾ അത് എയർപോർട്ടിൽ നിന്ന് ഇറക്കണമെങ്കിൽ ഇത്ര പൈസ വേണം, അതിങ്ങനെ എടുക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് എടുത്തുകൊണ്ട് വരാം. അങ്ങനെ ഞാനും ഷൗക്കും കൂടെ തിരുവനന്തപുരത്ത് പോകുന്നു. അവിടുന്ന് ഒരു ദിവസത്തെ അധ്വാന ഫലമായിട്ട് അത് പുറത്തിറക്കുന്നു, അതുമായിട്ട് വരുന്നു. പക്ഷേ അത് പിന്നീട് മമ്മൂക്കയിലേക്ക് പോയില്ല. ആ ക്യാമറ എൻ്റേതായി മാറുകയായിരുന്നു. ആ ക്യാമറ കയ്യിലേക്ക് കിട്ടിയ ആ ദിവസങ്ങൾ മുതലാണ് ശരിക്കും അവിടുന്ന് 1 മാസത്തിനകം
ഞാൻ നേപ്പാളിലേക്ക് ക്യാമറയുമായിട്ട് യാത്ര ചെയ്യുന്നത്. കാരണം അക്കാലത്ത് യുമാറ്റിക്കും DV ക്യാമും ഒക്കെ ഉള്ള കാലത്ത് 6-7 ആളെയും കൂട്ടി ലോകയാത്ര നടത്തി സഞ്ചാരം പോലെ ഒരു പരിപാടി ഉണ്ടാക്കുക അസാധ്യമാണ്, സ്വപ്നം കാണാൻ പറ്റില്ല. പക്ഷേ DV ക്യാം വളരെ കോമ്പാക്റ്റായ ക്യാമറ ആയിരുന്നുകൊണ്ടും എനിക്ക് തന്നെ ഇതെല്ലാം ചെയ്യാമായിരുന്നു എന്നുള്ളതുകൊണ്ടാണ് നടന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞാനിവിടെ എത്താൻ കാരണം 2 പേരോടുള്ള നന്ദി സൂചകമായിട്ടാണ്. ഒന്ന്, ഈ രംഗത്തേക്ക് പിച്ച വെച്ച് നടന്ന ഒരു കാലത്ത് എന്നെ ഏറെ സഹായിച്ച, എന്നെ നയിച്ച ഷൗക്കത്തിനോട്, ഒപ്പം അദൃശ്യമായി അതിന് പ്രേരണയായ, അതിന് കളമൊരുക്കിയ മമ്മൂക്കയോടുള്ള നന്ദി. ആ സഞ്ചാരമാണ് പിന്നീട് സഫാരി എന്ന ചാനലായി മാറിയത്, എൻ്റെ ഈ ദൗത്യങ്ങൾക്കെല്ലാം കാരണമായത്. അപ്പോൾ അദ്ദേഹത്തോട് മറ്റൊരു നന്ദി കൂടി പറയാനുണ്ട്. അദ്ദേഹത്തെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്, ഇപ്പം എൻ്റെ അടുത്ത് ചോദിച്ചാൽ ആദ്യം കാണുകയല്ലേ, നല്ല എൻ്റെ പിതാവ് അങ്ങയുടെ ആത്മകഥ പ്രസിദ്ധീകരിച്ചപ്പോൾ അങ്ങയെ കാണാൻ ഗുരുവായൂർ ഒരു എലൈറ്റ് ഹോട്ടലിൽ അതിൻ്റെ ഫോട്ടോയൊക്കെ എടുക്കാൻ എൻ്റെ പിതാവ് വന്ന കൂടെ ഒരു വിദ്യാർത്ഥിയായിരുന്ന ഞാനും വന്നിട്ടുണ്ട്. ചമയങ്ങളില്ലാതെ എന്ന മമ്മൂക്കയുടെ ആത്മകഥ പ്രസിദ്ധീകരിച്ചത് ഞങ്ങളായിരുന്നു, എൻ്റെ പിതാവായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ബന്ധങ്ങളുടെ ഓർമ്മ പുതുക്കൽ കൂടിയാണിത്. ഈ സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. We also have the wonderful producer Vijay Babu nammade kude. First of all, hearty congrats to the entire team of Chatta Pacha, including the technicians, actors, everyone. What a wonderful project. ഈ പ്രോജക്റ്റിൻ്റെ ആദ്യഘട്ടം തൊട്ട് ഞാൻ ഉണ്ടായിരുന്നു, സ്ക്രിപ്റ്റ് റീഡിങ് തൊട്ടിട്ട്. അതുകൊണ്ട് എനിക്ക് ഈ പ്രോസസ്സ്, ഷിഹാനും അദ്വൈതും പോയ ഒരു പ്രോസസ്സിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ടറിയാം. തുടക്കത്തിൽ ഡെഫിനറ്റ്ലി ദിസ് ചത്ത പച്ച എന്ന് പറയുന്ന ടൈറ്റിൽ ആണെങ്കിലും ഇത് അവർക്ക് ഒരു ചത്ത പച്ച പ്രോജക്റ്റ് ആയിരുന്നില്ല. കാരണം ദേ ആർ എൻറ്റയർ existence in this industry. For Advaid as a director, for Shihan as a producer, for Ishan, and also for Arjun and Roshan and Vaishak. I believe everyone, for them being part of such a big projects, all the efforts they have put, I'm sure everyone has seen the fights. അത്രയും എഫേർട്ട് ഒരു 40-50 ഡേയ്സ് ഫൈറ്റിന് മാത്രം എടുത്തിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ അത്രയും എഫേർട്ട് എടുത്തിരിക്കുന്ന ഒരു ചത്ത പച്ച പ്രോജക്റ്റ് ആയിരുന്നില്ല, അവരുടെ എക്സിസ്റ്റൻസ് ആയിരുന്നു. നേരത്തെ ശങ്കർ പറഞ്ഞ പോലെ ഭയമില്ലായ്മ, ഇടയ്ക്ക് ഭയം വന്നിരുന്നു. ഞാൻ ആദ്യം സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ മുതലേ ഷൗക്കത്തിനോട് ചോദിച്ചിരുന്നു. കാരണം എനിക്ക് ഷിഹാനെയും ഇഷാനെയൊക്കെ കൊച്ചു കുട്ടികളായിരിക്കുമ്പോൾ അറിയാം 20 വർഷമായിട്ടുള്ള ബന്ധമാണ് ഷൗക്കത്തുമായിട്ട്. അപ്പം ഷൗക്കത്തിനോട് ഞാൻ ചോദിച്ചിരുന്നു, ഐ നോ ഷൗക്കറ്റ്സ് അസോസിയേഷൻ വിത്ത് മമ്മൂക്ക. അപ്പോൾ ഞാൻ ചോദിച്ചു, മമ്മൂക്ക വരുമോ? അപ്പം ഷൗക്കത്ത് എപ്പോഴും പറയും മമ്മൂക്ക വരും. അങ്ങനെ അപ്പോൾ മമ്മൂക്ക ഇടയ്ക്ക് ട്രീറ്റ്മെൻറ്റ് പോകുന്നു. അപ്പോഴും ഞാൻ വിളിച്ചു ചോദിച്ചു വരുമോ, ബിക്കോസ് വന്നിട്ട് പേട്രിയോട്ടിൻ്റെ ഷൂട്ട് ബാക്കിയുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വരും. അപ്പോൾ ഈ പ്രോജക്റ്റ് ഭയമില്ലായ്മ ആയത്, അല്ലെങ്കിൽ ചത്ത പച്ച ആയത് മമ്മൂക്ക ഈ പ്രോജക്റ്റിൽ ജോയിൻ ചെയ്തതിന് ശേഷമാണ്. ബിക്കോസ് മമ്മൂക്ക വന്നു, ഇനി ഒന്നും നോക്കാനില്ല, ബിക്കോസ് ദേ ഹാവ് പുട്ട് ഓൾ ദി എഫേർട്സ്, ഐ മീൻ ദേ ഹാവ് പുട്ട് ദ 100%. ബട്ട് ഇത് ഓഡിയൻസിലേക്ക് എത്തിക്കുമ്പോൾ ആ ഒരു ഫസ്റ്റ് ഐബോൾസ് ഇതിനകത്തോട്ട് ഇത്രയും വലിയൊരു പ്രോജക്റ്റ് ആണ് എന്ന് അറിയിക്കണമെങ്കിൽ അവിടെ മമ്മൂക്ക തന്നെ വേണം. അത് മമ്മൂക്ക അവർക്ക് സാധിച്ചു കൊടുത്തു. മമ്മൂക്ക, ഐ ഡോണ്ട് നോ, ഐ അഡോർ യു ബിക്കോസ് I don't know how you balance your life by supporting youngsters at the same time, being with legendary directors at the same time, doing aesthetic cinema at the same time, doing commercial cinema at the same time. അപ്പം ഇതെല്ലാം കൂടെ ബാലൻസ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് എനിക്ക് എത്ര പഠിച്ചിട്ടൊന്നും മനസ്സിലാവണല്ലോ മമ്മൂക്ക. I mean, only you can do that. I wish all the success for all the future endeavors of Shihan, Ishan, Advaid and all the entire cast of this project. Wishing you all the very best. And എനിക്കും എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് മമ്മൂക്കയുടെ ഒപ്പം ഒരു സിനിമ ചെയ്യാന്നുള്ള ആ ഡ്രീമും സഫലമാവട്ടെ. അതിനുവേണ്ടിയാണ് കോട്ടയം കുഞ്ചൻ സിനിമ വാങ്ങിച്ചത്, നടന്നില്ല. ഇനിയും ആ ഡ്രീം കണ്ടുകൊണ്ടേയിരിക്കും. ഈ സിനിമാ ജീവിതത്തിൽ എന്തെങ്കിലും മമ്മൂക്കയോടൊപ്പം വർക്ക് ചെയ്യാനും ഒരു അവസരമുണ്ടാവട്ടെ. പിന്നെ ഇഷാൻ, ഷിഹാൻ, എവ്രിവൺ, നിങ്ങൾക്ക് നിങ്ങളുടെ ഫസ്റ്റ് സിനിമയിൽ മമ്മൂക്കയുടെ കൈപിടിച്ച് വന്നു, മമ്മൂക്കയുടെ കൈപിടിച്ച് ഒരു സക്സസ് ഉണ്ടാക്കിയെന്ന് എന്നും അത് നിങ്ങൾക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. നല്ലത് വരട്ടെ എല്ലാവർക്കും. വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ് മീ ഓൺ സ്റ്റേജ്. Thank you so much, Vijay.
വിജയ് പറഞ്ഞായിരുന്നു എങ്ങനെയാണ് മമ്മൂക്ക ഇതൊക്കെ ചെയ്യുന്നതെന്ന്. ബിക്കോസ് മമ്മൂക്കയ്ക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റൂ. ഹി ഈസ് ദ ബിഗ് എം ഫോർ ദാറ്റ് വെരി റീസൺ. ഹി ഈസ് വൺ ഓഫ് ദ ഫൈനസ്റ്റ് ആക്ടേഴ്സ് ദാറ്റ് വി ഹാവ് സീൻ ഇൻ അവർ കൺട്രി. നമ്മുടെ ഒരു അഭിമാനമാണ്, അഹങ്കാരമാണ്. സോ താങ്ക് യു സോ മച്ച്. ഇനി വോട്ടറിന്റെ പിള്ളേരെ വിളിച്ചാലോ? What do you guys say? Are you guys ready to welcome the boys? Ladies and gentlemen, nallൊരു കൈയ്യടി. Let's give it up for വെട്രി ആയി നമ്മുടെ മുന്നിലെത്തിയ റോഷൻ മാത്യു. ആദ്യം വി വിൽ ഹിയർ ഫ്രം യു. അർജുൻ അശോകൻ ദുബായിൽ ഷൂട്ടിലാണ്. ലോക്കോ ലോബോ ആയി, സാബിയോ ആയി നമ്മൾ കണ്ടു അർജുനെ. ആൻഡ് യു entered the scene from jail. അതിനുശേഷം എല്ലാം മാറി. Tell us, how are you enjoying the success? കഴിഞ്ഞ 2-3 ദിവസമായിട്ട് അർജുൻ ഒരുപാട് ഭയങ്കര ഭീകര സംഭവങ്ങൾ മിസ്സാക്കുന്നുണ്ട്. പക്ഷേ ഐ തിങ്ക് ഇന്നത്തെ ദിവസത്തിനെ പറ്റിയിട്ടായിരിക്കും അർജുൻ ഏറ്റവും അധികം ഫോമോ ഉണ്ടാവുക. സോ അർജുൻ, wherever you are, we're all thinking about you. ഈ എനർജി അങ്ങ് വരെ എത്തുന്നുണ്ടാവും. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം. ജെന്യുവിൻലി എനിക്ക് സംസാരിക്കണമെന്നൊന്നുമില്ലായിരുന്നു. ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇവിടെ ഇതുവരെ സംസാരിച്ച ആൾക്കാരൊക്കെ പറഞ്ഞ കാര്യങ്ങൾ കേട്ടിരിക്കുകയായിരുന്നു. ഇത് ചത്താപ്പച്ചയ്ക്ക് വേണ്ടിയിട്ട് മമ്മൂക്ക പങ്കെടുക്കുന്ന ഒരു ചടങ്ങെന്നുള്ള രീതിയിലുള്ള എക്സൈറ്റ്മെൻറ്റിലാണ് വന്നത്. പക്ഷേ ഐ തിങ്ക് അതിൽ നിന്ന് ഇതുവരെ കിട്ടിയിട്ടുള്ള ഗ്രേറ്റസ്റ്റ് വാല്യൂ ഹാസ് ബിൻ ഈ ചെറിയ കഥകൾ, ദീസ് അനക്ഡോട്ട്സ് ദാറ്റ് വി ഡിഡ്ന്റ് നോ, കണക്റ്റിംഗ് ഓൾ ഓഫ് ദീസ് പീപ്പിൾ ടു മമ്മൂക്ക. ഞാൻ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യുന്ന, ഒരുപാട് ആദരിക്കുന്ന, ഒരുപാട് ബഹുമാനിക്കുന്ന ഒരുപാട് ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്. എൻ്റെ പേഴ്സണൽ ജേർണിയിലും കൂടെ അതെങ്ങനെ സംഭവിച്ചു വന്നതെന്നറിയില്ല, ഭയങ്കര വലിയ മൈൽ സ്റ്റോൺസ് തന്നിട്ടുള്ള ആൾക്കാരാണ്. സിബി സാറ്, വിജയ് ബാബു ചേട്ടൻ ഇപ്പോൾ കാണുന്നില്ല, പക്ഷേ എൻ്റെ തുടക്കത്തിൽ എൻ്റെ പ്രൊഡ്യൂസറായിരുന്നു. SM സ്വാമി സാറ് ഞാനും, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മൾ രണ്ടുപേരുടെ ആദ്യം അഭിനയിച്ച സിനിമ ഒന്നാണ്. പുതിയ നിയമം എന്ന് പറയുന്ന സിനിമയിലാണ് ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് മമ്മൂക്കയുടെ. അതിൽ സാർ ഒരു ചെറിയ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. സോ ഞാൻ അങ്ങനെ ഇരിക്കുകയായിരുന്നു, ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് അങ്ങനെ ഇരിക്കുമായിരുന്നു. സോ താങ്ക് യു ടു ഈച്ച് ആൻഡ് എവറി വൺ ഓഫ് യു ഫോർ ബീയിങ് ഹിയർ. ഒരിക്കലും മറക്കാത്ത എക്സ്പീരിയൻസ് ആയിരിക്കും ഈ രാത്രി എൻ്റെ ലൈഫിൽ എന്നും. ദാറ്റ് മച്ച് ഐ കൻ സേ. ഇറ്റ്സ് ഓൾറെഡി ഗോട്ടൺ. ആൻഡ് വി ആർ ഓൾസോ വെരി ഹാപ്പി. ആർട്ട് റോഷനെ മാസ് റോഷനായി കാണാൻ പറ്റിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. സോ ദാറ്റ് ഈസ് സംതിങ് സ്പെക്ടാക്യുലർ. ഐ തിങ്ക് ഇറ്റ് വിൽ ചേഞ്ച് യുവർ ട്രജക്ടറി ആൻഡ് ഗിവ് യു ഓപ്ഷൻസ് ഇനി. ഹോപ്പ്ഫുള്ളി. ഐ മീൻ ലൈക്ക് ഒത്തിരി പേർക്കുണ്ട് നന്ദി പറയാം. പക്ഷേ ഫസ്റ്റ്ലി ടു അദ്വൈത്, ഈ പറഞ്ഞ പോലെ ഞങ്ങളെങ്ങനെ ഇമാജിൻ ചെയ്തതിന് നമ്മൾ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും അത് ഒരു ഡയറക്ടർ ചെയ്താലേ അത് നടക്കൂ. ആൻഡ് ഫോർ ഷിഹാൻ്റെ ഈ പ്രോജക്റ്റിലുള്ള വിശ്വാസവും ഷിഹാൻ്റെ എനർജിയും കാരണം ഞങ്ങൾക്ക് ഒരുപാട് ബ്ലെസ്സിങ്സ് കിട്ടിയിട്ടുണ്ട്. ദ ബിഗ്ഗസ്റ്റ് ഓഫ് ദാറ്റ് ബീങ് മമ്മൂക്ക. ഞാൻ അധിക പ്രസംഗം ആവില്ലെങ്കിൽ എൻ്റെ ഒരു അനക്ഡോട്ടും കൂടെ പറഞ്ഞോ. ഞാൻ പുതിയ നിയമത്തിൽ ആദ്യമായിട്ട് അഭിനയിക്കുമ്പോൾ എൻ്റെ 2-മത്തെയോ 3-മത്തെയോ ദിവസമാണ് മമ്മൂക്കയായിട്ടുള്ള ആദ്യത്തെ കോമ്പിനേഷൻ ഷൂട്ട് ഡേ. അതിനു മുമ്പ് ഞാൻ നാടകങ്ങൾ മാത്രമേ ചെയ്തിരുന്നത്, കുറച്ച് പരസ്യങ്ങൾ, അങ്ങനെ ക്യാമറയുടെ മുമ്പിൽ കുറച്ച് ചെറിയ പരിപാടികൾ. അപ്പോൾ അതിന് മുമ്പ് ഒരു 2 ദിവസം ഷൂട്ട് ചെയ്തപ്പം എന്തോ അങ്ങോട്ട് ശരിയാവാത്ത പോലെ തോന്നി. അഭിനയിക്കുന്നതിനകത്ത് എന്തോ സെറ്റാവുന്നില്ല. അപ്പോൾ നമുക്ക് പേടിയൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ ഈ പരിപാടി നേരത്തെ ചെയ്തിട്ടില്ല, സിനിമയായിട്ട് യാതൊരു രീതിയിൽ ബന്ധമില്ലാത്ത ഒരാളായിരുന്നു, സിനിമ ആഗ്രഹിച്ചിട്ട് പോലും ഇല്ലാത്ത ഒരാളായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു നോക്കി ചിലപ്പോൾ നമ്മുടെ, കാരണം AK സാജൻ സാറാണ് ഡയറക്റ്റ് ചെയ്തത്, സാർ പറഞ്ഞു ഓക്കെ ആണെന്ന്. എവിടെയോ ഒന്ന് സെറ്റിൽഡ് അല്ലാത്തൊരു ഫീലിംഗ് വന്നു. അപ്പം ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, ഇതിൽ വേറെയും ഒരുപാട് പ്രോസസ്സുകളുണ്ടല്ലോ, നാടകം പോലെ ഇത് പെർഫോം ചെയ്യുന്നിടത്തല്ലല്ലോ ഇത് ഓഡിയൻസിലേക്ക് എത്തുന്നത്, ഇതിലിനി എഡിറ്റിംഗ് ഉണ്ട്, പോസ്റ്റ് പ്രൊഡക്ഷൻ ഉണ്ട്, അതിലൊക്കെ ആയിട്ട് ഇത് ശരിയായിക്കോളും എന്ന് വിചാരിച്ചു. 2-മത്തെ 3-മത്തെ ദിവസം മമ്മൂക്കയായിട്ടുള്ള ആദ്യത്തെ കോമ്പിനേഷൻ സീൻ വന്നു. അപ്പോൾ എൻ്റെ സജഷനിൽ മമ്മൂക്കയുടെ ഒരു ഷോട്ട് വന്നു. മമ്മൂക്ക അതിൽ പെർഫോം ചെയ്ത് ഓക്കെ ടേക്ക്. ഞാൻ ഈ ദൂരത്തിൽ നിന്ന് കാണാം മമ്മൂക്ക പെർഫോം ചെയ്യുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഓക്കെ, ഞാൻ എന്നോട് പറഞ്ഞതൊക്കെ തെറ്റാ, ഈ ചെയ്യുന്ന സാധനം ചെയ്യുന്ന സമയത്ത് തന്നെ ഭയങ്കര കറക്റ്റായിട്ട് ഫീൽ ചെയ്യണം. കാരണം നമുക്ക് അന്ന് പെർഫോം ചെയ്തപ്പോൾ അതിനകത്ത് ആ കഥയിൽ അതുവരെ സംഭവിച്ച കാര്യങ്ങളും ആ കഥാപാത്രവും അതിൻ്റെ ഓരോ മൊമെൻറ്റിൽ അലൈവായിട്ടുണ്ടായിരുന്നു. ഇത് 2015 അവസാനമാണ് സംഭവിക്കുന്നത്, പുതിയ നിയമത്തിൻ്റെ ഷൂട്ട്. അത് കഴിഞ്ഞ് മുമ്പോട്ടുള്ള ഇത്രയും വർഷവും അന്ന് ആ സംഭവിച്ച കാര്യം ഹാസ് ഗിവൺ മീ എ ഗോൾ ടു വർക്ക് ടുവേർഡ്സ് ദാറ്റ്. ഇനി സിനിമ ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് വാട്ട് യു എയിം ഫോർ. 10 കൊല്ലം കഴിഞ്ഞ് ഞാൻ ചത്താപ്പച്ച എന്നുള്ള സിനിമയിൽ അഭിനയിക്കുമ്പോൾ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചതും ആഗ്രഹിച്ചതും വാട്ട് വി സൈൻഡ് അപ്പ് ഫോർ വാസ് മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ക്യാമിയോ. മമ്മൂക്ക അവിടെ വന്ന് നിന്നത് ഈ കഥയിൽ നമ്മൾ സർക്കസുകാരനും ഗുസ്തിക്കാരനും എന്നൊക്കെ പറയുന്ന വാൾട്ടർ എന്ന് പറയുന്ന കഥാപാത്രമായിട്ടാണ്. ഹി ഡിഡ്ന്റ് കം ദർ ആസ് ദ സൂപ്പർ സ്റ്റാർ ദാറ്റ് ഹി ഈസ്, ഹി കെയിം ദർ ആസ് എ ക്യാരക്ടർ ദാറ്റ് ഹി വാണ്ടഡ് ടു പ്ലേ. അത് ഇനി ഒരുപാട് വർഷങ്ങൾ മുമ്പോട്ട് ഇറ്റ്സ് സംതിങ് ദാറ്റ് ഐ വിൽ ക്യാരി അഗൈൻ ആസ് എ ഗോൾ. സോ എനിക്ക്
I feel really, really blessed, Mamuka, that this has happened. Thank you so much. അടുത്തതായി ഐ വുഡ് ലൈക്ക് ടു വെൽക്കം ദ നെക്സ്റ്റ് അമേസിംഗ് സ്വാഗ് ഉള്ള നമ്മുടെ പൂക്കി ചെറിയാനെ വിളിക്കാതെ എവിടെ പോവാനാ? വിശാഖ് നായർ, ലിവിംഗ് ദ റോൾ, ബ്രീതിങ് ദ റോൾ ആൻഡ് കില്ലിംഗ് ഇറ്റ് എവറി ഇഞ്ച് ഓഫ് ദ വേ. ഇത് സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു ഓവർവെൽമിങ് ഫീലിംഗ് ആണ്. എല്ലാവരും അനക്ഡോട്ട്സ് പറയുവാണെങ്കിൽ ഞാനും ഒരെണ്ണം പറയാം. അല്ല കുഴപ്പമില്ല, പറയണം എന്തായാലും. 10 വർഷം മുന്നേ പുത്തൻപണം എന്ന് പറഞ്ഞൊരു പടത്തിലാണ് മമ്മൂക്കയായിട്ട് ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നത്. അന്ന് അതെൻ്റെ 2ാമത്തെ സിനിമയായിരുന്നു. അപ്പോൾ അന്ന് മമ്മൂക്കയെ കണ്ടോണ്ട് തന്നെ അടുത്ത് പോയിട്ട്, സർ ഞാൻ വിശാഖ് ഇങ്ങനെ ചെന്നൈയിൽ നാടകങ്ങളൊക്കെ ചെയ്യുമായിരുന്നു, ഇപ്പോൾ പിന്നെ അതിൻ്റെ കൂടെ തന്നെ ജോലി ഉണ്ടായിരുന്നു, ഇപ്പോൾ പിന്നെ അതൊക്കെ ക്വിറ്റ് ചെയ്ത് ഞാൻ സിനിമയിലേക്ക് ഈ ഒരു ഡ്രീം ഫോളോ ചെയ്യാൻ വന്നേക്കാം. അപ്പോൾ അതിനെ മമ്മൂക്കൊന്ന് ആലോചിച്ചിട്ട്, നീ ജോലിയൊക്കെ ക്വിറ്റ് ചെയ്ത് ഈ പണിക്ക് ഇറങ്ങിയല്ലേ എന്നായിരുന്നു ഫസ്റ്റ് ചോദ്യം. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ സർ ഇങ്ങനെയാണ്. അപ്പോൾ അന്ന് മമ്മൂക്ക് പറഞ്ഞൊരു കാര്യമാണ്, ഇത് ഭയങ്കര കോമ്പറ്റീഷനുള്ള ഫീൽഡാണ്, ചിലവർ പിടിച്ചു നിൽക്കും, ബാക്കിയുള്ളവർ രക്ഷപ്പെടും, ബട്ട് ഓൾ ദ വെരി ബെസ്റ്റ്. 10 വർഷം കഴിഞ്ഞ് നമ്മുടെ സെറ്റിൽ അന്ന് മമ്മൂക്ക വന്നപ്പോൾ അദ്ദേഹം ദൂരെ നിന്ന് ഇങ്ങനെ എന്നെ വിളിച്ച് ചോദിച്ചു, ഞാൻ തൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്, ഓർമ്മയുണ്ടോ എന്ന്. അപ്പോൾ ദാറ്റ് ഷോക്ക്ഡ് മീ ടു മൈ കോർ, ബിക്കോസ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അത് ഓർത്തിരിക്കാൻ അത് ആസ് എൻ ആക്ടർ, ആസ് എ ഹ്യൂമൻ ബീങ്, അതിനേക്കാളും വലിയൊരു ഒരു ഒന്നുമില്ല for as an actor to get. Thank you, Mamuka, for being a part of our film. It's a huge thing for all of us involved. You are and you always will be an inspiration to all of us. As far as Chatta Pacha is concerned, ഇതിൽ വർക്ക് ചെയ്ത പലരും ഇവിടെ എത്തിയിട്ടുണ്ട്. The entire technical crew is here. ഇതിൻ്റെ കാസ്റ്റിൽ പലരും എത്തിയിട്ടുണ്ട്. അർജുൻ ഒഴിച്ച് ബാക്കി എല്ലാവരും ഇവിടെ ഉണ്ട്. അർജുൻ, wherever you are. മുകളിലേക്കൊക്കെ നോക്കി wherever you are. But ഇതിലത്തെ അൺസങ് ഹീറോസ് എന്ന് പറയുന്ന 2 പേരുണ്ട്. ദ സൂപ്പർ സ്റ്റാർസ് ഓഫ് ദിസ് ഫിലിം, ദാറ്റ് ഈസ് നൺ അതർ ദാൻ മിസ്റ്റർ ഷിയാൻ ഷൗക്കത്ത് ആൻഡ് മിസ്റ്റർ അദ്വൈത് നായർ. നിങ്ങളുടെ ഡേ 1 തൊട്ടുള്ള വിഷൻ, യുവർ കൺവിക്ഷൻ ദാറ്റ് ദിസ് ഫിലിം ഈസ് ഗോയിങ് ടു ഡു സംതിങ് സ്പെഷ്യൽ, ദാറ്റ് ഈസ് ദ റീസൺ വി ആർ ഹിയർ. സോ താങ്ക് യു. The boy through whose narrative Chatta Pacha, the Ring of Rowdies started is none other than നമ്മുടെ കൂട്ടത്തിലെ little. Let's give it up for Ishan Shaukat Tufan. What a proud moment, Ishan. ഞങ്ങൾക്ക് എല്ലാവർക്കും, because ഇവിടെയുള്ള കുറേ പേര് ഇഷാനെയും ഷിഹാനെയും like I said ചെറിയ കുട്ടികളായി കണ്ടതാണ്. ഇന്ന് to see you as, you know, fully functional adults is insane, and that too like what a fantastic movie. എന്ത് തോന്നുന്നു മോന് ആഫ്റ്റർ മാർക്കോ മറ്റൊരു സിനിമ ആൻഡ് ചത്ത പച്ച? ഹൗ ആർ യു ഫീലിംഗ് ടുഡേ? എല്ലാവർക്കും നമസ്കാരം. മമ്മൂക്കാനെ ഒരുപാട് പ്രാവശ്യം കണ്ടതാണ്, പക്ഷേ എല്ലാ പ്രാവശ്യം കാണുമ്പോഴും ഒടുക്കത്തെ നെർവസ്നെസ് ആണ്, എന്താണെന്നറിയില്ല. ഞാനൊന്ന് ഡ്രസ്സ് ഇടുന്ന സമയത്ത് കുറച്ച് ഡയലോഗ്സ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് വന്നതാണ്, പക്ഷേ മമ്മൂക്കാട് മുമ്പിൽ സംസാരിക്കുമ്പോൾ എല്ലാം മറന്നുപോയി. നമ്മുടെ ജെൻസി ഓവർ യൂസ് ചെയ്യുന്നൊരു വാക്കാണ് ഓറ. ദിസ് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് ഓറ. സോ താങ്ക് യു സോ മച്ച് മമ്മൂക്ക. അത്ര ഉള്ളോ? പിടിച്ചു ഞാൻ പറ. ഓർക്കുന്നേ ഉള്ളൂ, മറന്ന സാധനങ്ങളല്ല. മമ്മൂക്ക നമ്മുടെ പടത്തിൽ മാത്രമല്ല, നമ്മുടെ പ്രൊഡക്ഷൻ കമ്പനിയുടെ ബാക്ക് ബോൺ ആണ്. സ്റ്റാർട്ടിങ് തൊട്ട് മമ്മൂട്ടി കമ്പനി ഈസ് വൺ ഓഫ് അവർ ബിഗ്ഗസ്റ്റ് സപ്പോർട്ടേഴ്സ്. ജോർജ് ഏട്ടൻ, സുനിലേട്ടൻ, നത്തിങ് ഹാപ്പൻസ് വിത്തൗട്ട് യു ഗൈസ്. സോ താങ്ക് യു സോ മച്ച്. നമ്മളിപ്പോൾ ഈ പ്രൊമോഷൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആക്ടേഴ്സിന് ഒരുപാട് ക്രെഡിറ്റ് കിട്ടുന്നുണ്ട്, പക്ഷേ ഇത് ശരിക്കുള്ള അൺസങ് ഹീറോസ് നമ്മുടെ ടെക്നീഷ്യൻസ് ആണ്. ഈ എല്ലാവരും സംസാരിക്കുന്ന സ്കെയിലും ഇതുവരെ കാണാത്ത ഒരു ഫിൽം മേക്കിംഗ് ലാംഗ്വേജ് ഒക്കെ നിങ്ങൾ കാരണമാണ്. സോ താങ്ക് യു സോ മച്ച്. ആനന്ദേട്ടൻ, എവറിത്തിങ് സ്റ്റാർട്ട്സ് വിത്ത് യു, യു നോ ദാറ്റ്. പ്രവീൺ ചേട്ടാ, മുജീബ് മജീദ്, ശങ്കർ എഹ്സാൻ ലോയ്, കലായ് മാസ്റ്റർ, എല്ലാവരും താങ്ക് യു സോ മച്ച്. യു ആർ ദ റീസൺ ദിസ് മൂവി ഈസ് വാട്ട് ഇറ്റ് ഈസ്. ഷിഹാൻ ആൻഡ് അദ്വൈത്, നമ്മൾ ഈ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരുപാട് ഡൗട്ടേഴ്സ് ഉണ്ടായി. ഇവരൊക്കെ പിള്ളേരല്ലേ, ഇവർക്ക് എന്തറിയാനാ സിനിമയുടെ കുറിച്ച്, ഇവരാണോ സിനിമ ചെയ്യാൻ പോകണമെന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായി. ഈ പ്രോജക്റ്റ് എത്ര വലിയ സക്സസ് ആയാലും ഇന്നും നാളെ ഡൗട്ടേഴ്സ് ഉണ്ടാവും, പക്ഷെ നിങ്ങൾ എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്, എനിക്കൊരു സ്ട്രെങ്ത് ഉണ്ട്. സോ താങ്ക് യു ബോത്ത് സോ മച്ച്. പിന്നെ ആദ്യമായിട്ടാണ് ആക്ച്വലി ഞാൻ എൻ്റെ പേരൻസിന് മുമ്പിൽ സംസാരിക്കുന്ന പടം റിലീസ് ചെയ്ത ശേഷം. കഴിഞ്ഞ 2 വർഷം ഒരുപാട് സംഭവിച്ചിട്ടുണ്ട് നമ്മുടെ ഫാമിലിയിൽ. നിങ്ങളെ കാണാൻ പറ്റിയില്ല, കാരണം നിങ്ങളൊക്കെ ദുബായിലാണ്. പക്ഷെ ഞാൻ ഈ പ്രോജക്റ്റിന് തിരക്കിലായിരുന്നു. പക്ഷെ അതൊക്കെ ചെയ്യുന്നത് നിങ്ങളെ പ്രൗഡാക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഐ ഹോപ്പ്
we both made you proud. Thank you. So sweet. That's really sweet. Of course, നിങ്ങൾ നാലുപേരുമാണ് നമ്മൾ of course പോസ്റ്റേഴ്സിലൊക്കെ കാണുന്നത്. പക്ഷേ ഈ ഒരു സിനിമയിൽ ഇവർ നാലുപേരും മാത്രമല്ല. ഇവര് ആ ഒരു സിനിമയിൽ ഇത് കംപ്ലീറ്റ് ആക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരെ എനിക്കൊന്ന് സ്റ്റേജിലേക്ക് ഒരുമിച്ച് അങ്ങ് വിളിക്കുവാണ്. ബിക്കോസ് നിങ്ങൾ എല്ലാവരും സ്റ്റേജിൽ നിൽക്കുമ്പം നമ്മളുടെ ട്രംപ് നമ്മൾ ഇറക്കും. All right, ladies and gentlemen, Chatta Pacha, Do or Die, The Ring of Rowdies അഭിനയിച്ച ഒട്ടുമിക്ക ആൾക്കാരും നമ്മുടെ കൂടെ ഇവിടെ സ്റ്റേജിലുണ്ട്. ഇവർക്കൊരു നല്ലൊരു കൈഡി കൊടുക്കാം. ജനനം മുതൽ സിനിമ കണ്ട് നാളെ മുതൽ നമുക്ക് ഇദ്ദേഹം സ്ക്രീനിൽ വരുമ്പം ഹീസ് ബിക്കം സച്ച് എ പാർട്ട് ഓഫ് ആർ ലൈഫ്സ് അല്ലേ. അത്രയും വലിയ ഒരു നടൻ നമ്മളുടെ സിനിമയിൽ വരുമ്പോൾ ഉള്ളൊരു ഫീലിംഗ് അത് നിങ്ങൾക്കൊക്കെ ഇപ്പോൾ ഫീൽ ചെയ്യുന്നില്ലേ? അത് മാത്രമല്ല ആ ഫിലിം സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ആവുമ്പോൾ ഒരു ഫീലിംഗ്, ആ ഫീലിംഗ് ഫീൽ ചെയ്യുന്നില്ലേ? എങ്ങനെയുണ്ട്? പൊളിയല്ലേ? പൊളിയല്ലേ? നമുക്ക് ആക്ച്വലി സക്സസ് തുടങ്ങിയത് നമുക്ക് ജോയിൻ ചെയ്ത തൊട്ടുണ്ട് ഈ സക്സസ്. ഇതൊക്കെ ഒരു ബോണസ്. ഇതൊക്കെ വെറും ഷോ മാത്രമാണ്. അപ്പൊ ഈ സക്സസ് പാർട്ടി ശരിക്കും അങ്ങ് സക്സസ് പാർട്ടി ആവണമെങ്കിൽ it is time, ladies and gentlemen, for us to welcome the reason behind the success, the M Factor. Let's give it up for the one and only നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക. The Q Studio presents the M Factor Chatta Pacha Success Party powered by Joy Alucas, our strength partner Kenza TMT Steel Bars. Mammuka joined the team and then എല്ലാം മാറി. റോസമ്മ ആദ്യം സംസാരിക്കണം. റോസമ്മക്ക് എന്താ പറയണ്ടേ? റോസ അമ്മ വേണ്ടല്ലോ. You call me Rosa, okay? Rosa, my dear, I'll call you Rosa. എന്താ പറയാനല്ലേ? ഞാനിങ്ങനെ മമ്മൂക്ക വരണേക്കാൾ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഞാൻ ബ്രഹ്മയുഗം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു മമ്മൂക്കയുടെ ആക്ടിങ്. മമ്മൂക്ക ശരിക്കും അങ്ങനെ ചെയ്യാണോ എന്ന് തന്നെ വെച്ചു. പക്ഷെ കുറച്ച് ഞാൻ പേടിച്ചു. പിന്നെ മമ്മൂക്ക വന്നപ്പോൾ ഞാനാകെ എൻ്റെ കിളി പോയി. ഇതെന്താ അത്? അപ്പോൾ മമ്മൂക്കയുടെ ആക്ടിങ് ഞാൻ തിയേറ്ററിൽ എൻ്റെ കൂടെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇഷ്ടപ്പെട്ടോ? എന്താ ഏറ്റവും ഇഷ്ടപ്പെട്ടെ മമ്മൂക്കയുടെ ആക്ടിങ്ങില്? അവിടെ ആക്ടിങ്ങിൽ മമ്മൂക്ക വരുമ്പോൾ ഒരു ഫൈറ്റ് ഉണ്ടല്ലോ, ആ ഫൈറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ നമുക്ക് മമ്മൂക്ക എടുത്ത് ചോദിക്കാം. മോൾക്ക് എന്താ മമ്മൂക്ക എടുത്ത് ചോദിക്കാനുള്ളത്? എന്തെങ്കിലും ചോദ്യം ആദ്യം തന്നെ മോൾ റോസമ്മ തന്നെ അങ്ങ് ചോദിച്ചോ. മമ്മൂക്ക എൻ്റെ ആക്ടിങ് അങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ അല്ലേ? സൂപ്പർ. ഞാൻ പേടിച്ചു പോയി ഭയങ്കര ആക്ടിങ് കണ്ടിട്ട്. ഇത്രയും ചെറിയ ആൾ ഇത്രയും വലിയ അഭിനയം അഭിനയിക്കുമെന്ന് വിചാരിച്ചു. താങ്ക് യു. മമ്മൂക്ക, ചത്താ പച്ചയുടെ ഈ ഒരു സക്സസ് പാർട്ടിയിൽ ഇവരെല്ലാവരുടെയും മുഖത്ത് നോക്കുമ്പോൾ ഒരു സന്തോഷവും ഒരു ചിരിയും ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. ആൻഡ് ദാറ്റ് ഇസ് ബിക്കോസ് യു ജോയിൻഡ് ദെം. എന്ത് തോന്നുന്നു? ഈ ഒരു സിനിമ തിയേറ്ററിൽ ഇറങ്ങി 2 ദിവസം അത് കഴിഞ്ഞു. ഇവിടെ യു ആർ ഹിയർ സെലിബ്രേറ്റിംഗ് വിത്ത് ഓൾ ഓഫ് ദെം. ചത്താ പച്ച എന്ന സിനിമയുടെ ഈ ഒരു സക്സസിനെ കുറിച്ച് അതിന് വാട്ട് ആർ യു ഫീലിംഗ് ടുഡേ? ഈ സിനിമയെപ്പറ്റി ആലോചിക്കുന്ന കാലത്ത് തന്നെ ഷൗക്കത്തിൻ്റെ അടുത്ത് ഞങ്ങളിങ്ങനെ സിനിമ എടുക്കണം, പിള്ളേർ സിനിമ പഠിച്ചു, ഒരാൾ ആക്ടിങ് പഠിച്ചു, ഒരാൾ ഡയറക്ഷൻ പഠിച്ചു, എങ്ങനെയെങ്കിലും സിനിമയിൽ എത്തണം. ഞാൻ പറഞ്ഞത് ഷൗക്കത്തെ ഇത് അങ്ങനെ എളുപ്പത്തിൽ കയറാവുന്ന ഒരു പരിപാടിയല്ല. ഞാനൊക്കെ ഇപ്പോഴും സ്ട്രഗിൾ ചെയ്യുക. കാരണം ഇത് എത്തിപ്പെടുന്നതിനേക്കാൾ വലിയ പാടാണ് ഇവിടെ നിന്ന് പോകുന്നു. അപ്പോൾ വേണോ? അല്ല, അവർ പിള്ളേരുടെ ആഗ്രഹമല്ലേ, നമുക്ക് സാധിച്ചു കൊടുക്കണ്ടേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് അവർ അറിയാത്ത പിള്ളേർക്ക് ചൊറിയുമ്പോൾ അറിയാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പിള്ളേർക്ക് മനസ്സിലാകും അതിൻ്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എന്ന് പറഞ്ഞു. പക്ഷേ ഷൗക്കത്തിൻ്റെ ഒരു പ്രശ്നം വെച്ചാൽ ഷൗക്കത്തിന് അങ്ങോട്ട് നോക്കണമെങ്കിലും അയാളെക്കാണെങ്കിലും മറ്റയാളെങ്ങനെയുണ്ട് ഇയാളെങ്ങനെയുണ്ട്. ഇതിപ്പോൾ എല്ലാവരും നമുക്ക് വേണ്ടപ്പെട്ടവരാ. അവരെ വേണ്ട ഇവരെ ഇടെന്ന് പറയാൻ എന്നെക്കൊണ്ട് പറ്റില്ല. നിങ്ങൾ അവരോട് പോയി ചോദിക്കുക, അവരുടെ സൗകര്യമുണ്ടോ, ഇയാൾക്ക് സൗകര്യമുണ്ടോ, അവർക്ക് സൗകര്യമുണ്ടോ എന്ന് പറഞ്ഞ് എല്ലാവരെയും വിളിച്ചു. ആക്ടേഴ്സ്, ഈ ഡയറക്ടർ, ഞാൻ പറഞ്ഞു ഡയറക്ടർ എനിക്കറിയില്ല, കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് എടുക്കുക. അങ്ങനെ ഒരുപാട് ദിവസം എനിക്ക് ഭയങ്കര ഈ സിനിമയിൽ അഭിനയിക്കുന്ന ശല്യം അല്ലാതെ തന്നെ ഇപ്പോഴും അതിനു മുമ്പും
ഷൂട്ടിങ് നടക്കുമ്പോഴൊക്കെ ശല്യമായി. അതിനിടയ്ക്ക് കുറച്ച് വിശ്രമം വേണ്ടി വന്നു. അപ്പോൾ ഞാൻ ഷൗക്കത്തിനോട് പറഞ്ഞു, ഷൗക്കത്ത് ഞാൻ വരണോ? അല്ലല്ലോ വരണം. ഞാൻ പറഞ്ഞ് എങ്ങനെ അതില്ലാതെ എടുക്കാൻ പറ്റില്ലേ? അല്ല, ഈ പടത്തിൻ്റെ ആദ്യം മുതലേ ഇയാളുടെ പേര് പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് വന്നില്ലേ പിന്നെ ആൾക്കാർ ചോദിക്കും അയാൾ അവിടെ പോയെന്ന്. അപ്പോൾ പിന്നെ എന്തു ആവട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അഭിനയിക്കാൻ വന്നു. എനിക്കാണെങ്കിൽ കഥയുടെ ആദ്യം എന്തോ ഒക്കെ പറയണമെങ്കിൽ കുറേ സമയം എടുക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ വിശ്വസിച്ചിറങ്ങുകയാണ് മക്കളെ, എനിക്കിതിനെപ്പറ്റി വലിയ പിടിപാടൊന്നുമില്ല. അങ്ങനെ അവർ പറഞ്ഞ പോലെ കാണിച്ചു ഞാൻ. അത്രയേ ഉള്ളൂ സിനിമയിൽ. ഈ വോൾട്ടർ എന്ന് പറഞ്ഞ കഥാപാത്രം ഞാൻ മനസ്സിലാക്കിയത്, ഇയാൾ ഈ കുട്ടികളുടെ ചെറുപ്പത്തിലെ ഹീറോയാണ്. ഇടയ്ക്കാലത്ത് അയാൾ നാട് വിട്ടു പോയിരുന്നു. കൊച്ചിക്കാരാണ് എല്ലാവരും. അയാൾ കുറേ കാലം കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വരുന്നത് ആ കുട്ടികളെ ഒന്ന് സർപ്രൈസ് ചെയ്യിക്കാൻ വേണ്ടി തന്നെയാണ്. പക്ഷെ അവരന്ന് കണ്ട ആ വേഷത്തിലും രൂപത്തിലും അന്ന് ഇയാളുടെ ഇവിടുന്ന് പോയ കാലത്തുള്ള കൊച്ചി ഭാഷയുമൊക്കെയാണ് ഇയാൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അത് വന്നതിന് ശേഷം ഒരിക്കലും അവർക്ക് അവരുടെ ഐഡൻറ്റിറ്റി പോകാതിരിക്കാൻ വേണ്ടി ആ ഭാഷ സംസാരിക്കാനും ആ രൂപം വരുത്താനും ഒക്കെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് ഇപ്പോൾ കൊച്ചിയിലുള്ള ഭാഷയിലല്ല അയാൾ സംസാരിക്കുന്നത്, കുറേ കാലം മുമ്പുള്ള കൊച്ചി ഭാഷയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ ചിലപ്പോൾ ഇത്തിരി കണക്ഷൻ പോയെന്ന് വരാം, പക്ഷേ അതങ്ങനെ കണ്ടാൽ കണക്റ്റ് ആവും. എനിക്ക് ഈ സിനിമയിൽ അഭിനയിക്കാൻ കിട്ടിയ അവസരം എന്ന് പറയുന്നത് ഈ പിള്ളേരുടെ ആവേശവും അവരുടെ അത്യധ്വാനവും അവരുടെ ഒരു എന്താ പറയുക എനർജിയും എൻതൂസിയാസവും ഒക്കെ കണ്ടപ്പോൾ, ഞാനൊക്കെ ഈ പ്രായത്തിൽ സിനിമയിൽ അഭിനയിക്കാൻ വരുമ്പോൾ നമുക്ക് ആവേശവും ഇല്ല, എൻതൂസിയാസവും ഇല്ല, എനർജിയും ഇല്ല, പേടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രക്ഷപ്പെടുമോ, നന്നാവുമോ, ഇത് നമ്മൾ ചെയ്യുന്നത് ശരിയാണോ എന്നൊക്കെയുള്ള ഭയത്തിലാണ് ഞാനൊക്കെ തുടക്കകാലത്ത് വന്നത്. പക്ഷേ ഇവർ നല്ല ആത്മവിശ്വാസത്തോടുകൂടി ഫുൾ കോൺഫിഡൻ്റായിട്ട് എന്ത് പറഞ്ഞാലും ചെയ്യാവുന്ന തരത്തിൽ. ഈ റോഷൻ്റെയൊക്കെ ഇവിടെയുള്ള മസിൽ കണ്ടിട്ടുണ്ട്. ഈ കാണുന്ന പോലെയൊന്നുമല്ല, ഇത് അഴിച്ചിട്ട പേടിയാവും. അതുപോലെ ഈ ചങ്ങാതി ഈ വിശാഖ് എൻ്റെ നാളാണ്. വിശാഖൊക്കെ ഈ നമ്മൾ സാധാരണ നമ്മൾ ആക്ടിങ് പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ ഒരു ക്യാരക്ടറിന് വേണ്ടി ഇത്ര എഫർട്ട് എടുത്ത് ബോഡി ബിൽഡ് ചെയ്യുന്ന പിള്ളേർ എനിക്കൊന്നും ജമ്മത്ത് പറ്റില്ല. ഞാനിപ്പോഴാണ് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ചെയ്തു തുടങ്ങിയത്, ഒരു 5-10 കൊല്ലം ആയിട്ടുള്ളൂ. എന്നുവെച്ചാൽ അത് ഇല്ലാതെ വഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് ചെയ്യുന്നത്, ഇല്ലെങ്കിൽ അത് ഒഴിവാക്കി തന്നെ. പക്ഷേ പിള്ളേർ സമ്മതിക്കണം. ഈ സത്യം പറഞ്ഞാൽ ഈ ഇവർ പറയുന്ന പോലെ ഞാനല്ല ഇവരുടെ എനർജി, ഇവരായിരുന്നു ഈ സിനിമയിലെ എൻ്റെ എനർജി. അല്ല, ഇത് സത്യം പറയുന്നതാണല്ലേ, ഞാനിതിനകത്ത് കള്ളത്തരവും മരുന്നൊന്നും ചേർക്കുന്നില്ല. ഇതുപോലെ നമുക്ക് ഇത്രയൊക്കെ പ്രായമായതൊക്കെ ശരിയാണ്, പക്ഷേ ഈ പിള്ളേരുമായിട്ടാണല്ലോ നമ്മളിനി അങ്ങോട്ട് മുട്ടേണ്ടത്. അപ്പോൾ ഇവന്മാർ ഊതിയാൽ നമ്മൾ പറന്നുപോയേ പോയില്ലേ. അതുകൊണ്ട് അതിനുള്ള തരത്തിൽ കുറച്ചുകൂടെയൊക്കെ ഒന്ന് എനർജിയും ആവേശവും ആത്മവിശ്വാസവും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ ഇവർ എന്നെ ഈ സിനിമയിൽ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അത് മറക്കാൻ പറ്റില്ല. കുട്ടികളൊക്കെ നന്നായിട്ടുണ്ട്. ഇവരുടെ എല്ലാ എഫർട്ടിനും ഒരുപാട് കഥ പറയാനുണ്ട് ഈ സിനിമയുടെ പുറകിൽ. അത്രത്തോളം ഈ ഷൗക്കത്ത് എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്. ഷൗക്കത്ത് നന്ദി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, കാശൊന്നും തന്നിട്ടില്ല ഇതുവരെ. അതുപോട്ടെ. എന്നിടയ്ക്ക് സന്തോഷ് എൻ്റെ അടുത്ത് കണ്ടെന്ന് പറഞ്ഞത് ശരിയാണ് കേട്ടോ. സന്തോഷിൻ്റെ ഫാദറുമായിട്ടായിരുന്നു എനിക്ക് പരിചയം. പിന്നെ പുള്ളി ഇപ്പോഴത്തെ ശബ്ദം കേൾക്കാൻ തോന്നിയിട്ട് കുറച്ച് നാളായാലും വേറെ ആരോ അയ്യൊക്കെ വേണ്ടി സംസാരിച്ചുകൊണ്ടിരുന്നത്. അന്ന് പക്ഷേ ഞാൻ പരിപാടി കാണുമായിരുന്നു. പിന്നെ ഇപ്പോൾ സിനിമ ഇങ്ങനെ വിജയമാണെന്നൊക്കെയാണ് പറയുന്നത്, സത്യമല്ലേ? മോളെ പടം എങ്ങനെയുണ്ട്, പൊളിയാണോ? സൂപ്പർ, പൊളിച്ചടുക്കി. അപ്പോൾ അത്രേ ഉള്ളൂ. എല്ലാവർക്കും സന്തോഷം. ഇനിയും ഞാൻ ഈ അദ്വൈത് നമ്മൾ ഓരോ ഷോട്ട് കഴിയുമ്പോഴും ഇങ്ങനെ നോക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ശരിക്കുള്ള ആണോ അതോ വേറെ എന്തോ ആണോ എന്നാലും പിള്ളേരെ. ഹി വാസ് സോ എൻതൂസിയാസ്റ്റിക്. നമ്മൾ വെച്ചിട്ട് ഒരു പടം ചെയ്യുമ്പോൾ അത്ര ഒരു കോൺഫിഡൻസും നമ്മൾ പിന്നെ ഒന്ന് ഞാൻ ആലോചിച്ചത്, നമ്മളിനിയിപ്പോൾ ഒരു വലിയ നടനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ മുമ്പിൽ പോയി ആകരുതല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇവർ പറയുന്നത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. കയ്യിൽ നിന്നൊന്നും കൊണ്ടുപോയില്ല. അതിന് മാത്രമൊന്നും കിട്ടുന്നുമില്ല സിനിമയെന്ന്, അത് വേറെ കാര്യം. അപ്പോൾ ഇവർ പറഞ്ഞു ചെയ്തു. അതെന്തായാലും നല്ലതായാലും ചീത്തയായാലും എനിക്കൊരു ഉത്തരവാദിത്വമില്ല. എങ്ങനെയുണ്ട് ഈ പരിപാടി?
താങ്ക് യു ഫോർ എവറി. മമ്മുക്ക, ഞങ്ങൾക്ക് ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഈ റെസ്ലിംഗ് ആയിട്ട് വല്ല ബന്ധമുണ്ടോ? റെസ്ലിംഗ്, WWF, റെസ്ലിംഗുമായിട്ടുള്ള ബന്ധമോ? അല്ല, അത് കാണാറുണ്ടായിരുന്നോ? അങ്ങനെ വല്ല ബന്ധമാണെങ്കിൽ എൻ്റെ മൂത്തപ്പയുടെ മൂത്ത മോനാണ് wrestling. അല്ല, ഈ വോൾട്ടർ എന്ന ക്യാരക്ടർ ചെയ്യാൻ യെസ് പറഞ്ഞ കാരണം എന്താ? ഞാൻ റെസ്ലിംഗ് ഒന്നും ചെയ്യുന്നില്ലല്ലോ. നമ്മൾ വെറുതെ ഇങ്ങനെ പറഞ്ഞു വരുത്തുന്നല്ലേ ഉള്ളൂ പല കാര്യങ്ങളും. അടിക്കടാ, അതേ ഉള്ളൂ. അത് ഇയാളെ പഴയ അന്നത്തെ കാലത്തെ ഒരു ദാരിദ്ര്യ കാലത്തുള്ളൊരു ഫീലിങ്ങേ ഉള്ളൂ. ഇപ്പോൾ ഒരു വലിയ റെസ്ലിംഗ് ഇതുമൊക്കെ കിട്ടി വരും പരിപാടിയല്ലേ. അത്രേ ഉള്ളൂ. പോരെ? കുറേ ലിസ്റ്റായിട്ട് ചോദ്യങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് എൻ്റെ കയ്യിൽ. എറിയൂ, ഒന്നോ നമുക്ക് നോക്കാം. 2023 തുടക്കത്തിൽ ഓസ്ലർ, 2024 രേഖാചിത്രം, 2026 24, 25, 26 ചത്താ പച്ച. ഈ മമ്മൂക്കയെ വെച്ച് ആ വർഷം തുടങ്ങിയ ആ ചിത്രം സൂപ്പർ ഡൂപ്പർ ഹിറ്റാണ് എന്ന് പറഞ്ഞതൊരു ഇപ്പോൾ ഒരു വിശ്വാസമായി മാറിയെന്ന് തോന്നുന്നോ? അത് മമ്മൂക്ക മനഃപൂർവ്വം പ്ലാൻ ചെയ്യുന്നതാണോ? നമുക്കൊരു ക്യാമിയോ ചെയ്തേക്കാം, നമ്മളില്ലെങ്കിലും നമ്മുടെ പേര് മതി അത് ഹിറ്റ് ആവാൻ. അതിപ്പോ ഒരു ഇങ്ങനെ പറഞ്ഞു വരുന്നത് നല്ലതാ. നമുക്ക് അടുത്ത വർഷം ഒരു ക്യാമിയോക്ക് ഒരു റേറ്റ് ഫിക്സ് ചെയ്യാം അല്ലേ? ഇപ്പൊ ബാബു ഒക്കെ അത് എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇങ്ങനെ ഒരു ക്യാമിയോ ആയിട്ട് വരുമ്പോ അതുപോലെ മമ്മൂക്കനെ ഈ കൊച്ചി, മട്ടാഞ്ചേരി ഈ ഏരിയയിൽ ഒരു ക്യാരക്ടറായിട്ട് വരുമ്പോൾ അതിനൊരു കൾട്ട് ഫോളോയിങ് ഉണ്ട്. അപ്പം ആ ഏരിയ ആയിട്ട് മമ്മൂക്കയ്ക്ക് കൊച്ചി മട്ടാഞ്ചേരി എന്ന് പറയുന്നത് എൻ്റെ ഭാര്യ മട്ടാഞ്ചേരിക്കാരി. അതാണ്. പിന്നെ ഞാൻ പഠിച്ച കാലത്ത് എൻ്റെ കൂടുതൽ സുഹൃത്തുക്കളും മട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചിക്കാരാണ്. പിന്നെ ഫോർട്ട് കൊച്ചി, വൈപ്പിൻ ആ ഭാഗത്തൊക്കെ ഞാൻ ഒരുപാട് കാലം നാടകം കളിക്കുകയും ഒരുപാട് സുഹൃത്തുക്കളും ഒക്കെ ഉണ്ട്. ഈ ഭാഷ അത്യാവശ്യം നല്ല പരിചയമാണ്. ഞങ്ങളുടെ ഒരു മട്ടാഞ്ചേരിക്കാരൻ അവിടെ ഉണ്ട്. നീ അത് 2 വാക്കൊന്ന് പറയുന്നോ? പേടിയ ടെൻഷൻ അടിച്ച് ചാവരുത്. മമ്മൂക്ക പൊളിയാണ്. ലവ് യു എന്നൊക്കെ. ലവ് യു ടു. താങ്ക് യു. മതിയില്ലടാ ടു. ഒരേ കണ്ടന്റ് ആയോ? എന്നാൽ നമുക്ക് നിർത്താം. നമുക്ക് ഇനി 2026 തുടക്കം കുറിച്ചു, ചത്താ പച്ച ഹിറ്റായി. ഇനി വരാൻ പോകുന്ന ചിത്രങ്ങൾ കുറേ അധികം ഇങ്ങനെ നീണ്ട ഒരു ലിസ്റ്റാണ്. അതിൽ പേട്രിയറ്റ് ഞങ്ങൾ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അതിൽ ഇഷാനും എവിടെ? ഇഷാൻ എവിടെ? അതിന്റെ പുറകെ എവിടെയോ യുവർ ഓൾസോ. ഷാൻ ഭയങ്കര ബിസി ആക്ടറല്ലേ, കുറേ പടത്തിലായിപ്പോ. അല്ലേ, അപ്പൊ സെറീനും ഉണ്ട്. അപ്പം അതിൻ്റെ ഞങ്ങൾ എന്ത് പ്രതീക്ഷിക്കാം ഈ സിനിമകളിലൊക്കെ? എങ്ങനത്തെ മമ്മൂക്കയാണ് ഇനി വരാൻ പോകുന്നത്? വോൾട്ടറിനെ കണ്ടു, ഏത് മുഖമായിരിക്കും? കുറേ മുഖമൊക്കെ ഇത് തന്നെ. എന്തും ചെയ്യും, അന്തം വിട്ടാൽ എന്തും ചെയ്യും. എന്തായാലും നമ്മുടെ വോൾട്ടറിനെ ഈ ഒരു ചിത്രത്തിൽ കിട്ടിയത്, അത് മമ്മൂക്ക ആ കഥാപാത്രം അഭിനയിക്കാൻ കിട്ടിയത് നമ്മുടെ ഒരു ഭാഗ്യം തന്നെയാണ്. നല്ലൊരു കൈ കൊടുക്കാം ടു ദി എൻറ്റയർ ടീം ഓഫ് ചത്താ പച്ച. താങ്ക് യു, താങ്ക് യു. റോസമ്മേ, അവസാനം വല്ല വാക്ക് പറയാനോ? നീ ആണല്ലോ ഇന്നത്തെ താരം. ലാസ്റ്റ് ഒന്നും നോക്കണ്ട, ചത്താ പച്ച. പിന്നെ മറ്റൊരു ഡയലോഗ് ഉണ്ടല്ലോ, വോൾട്ടറിന്റെ പിന്നാലെ അതാരും പറയും. Now, ladies and gentlemen, we are very, very, very excited to call the person behind Q Studio. അദ്ദേഹം ഇതിൻ്റെ ഫൗണ്ടറും അതുപോലെ തന്നെ ചീഫ് എഡിറ്ററുമാണ്. The Q and the Q Studioന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന I'd like to welcome Manish Narayan on stage right now. This is a very important moment, Manish. Amazing ആയിട്ടുള്ള ചത്താ പച്ച സക്സസ് സെലിബ്രേഷനിൽ The Q Studio presents the M Factor ചത്താ പച്ച സക്സസ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു അവസരത്തിൽ മനീഷ് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാനും ഞങ്ങൾക്ക് ആഗ്രഹം. മമ്മൂക്കയുടെ അടുത്തിരുന്ന് സംസാരിക്കാൻ കിട്ടുന്ന ഒരവസരം കൂടി എന്നതിനപ്പുറത്ത് താങ്ക് യു മാത്രമേ പറയാനുള്ളൂ. കാരണം ചത്താ പച്ചയിലെ ഇവിടെയുള്ള ടെക്നീഷ്യൻസും ക്രൂവും പറഞ്ഞതുപോലെ The Q എന്ന് പറഞ്ഞ ഞങ്ങളുടെ പ്ലാറ്റ്ഫോം തുടങ്ങാനുള്ള ധൈര്യവും ആത്മവിശ്വാസവും മമ്മൂക്ക നൽകിയൊരു വാക്കാണ്. മമ്മൂക്ക പറഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഒരു മാധ്യമ പ്രവർത്തകനിൽ നിന്ന് ഒരു മാധ്യമ സ്ഥാപനത്തിൽ ആണെന്നുള്ള ആഗ്രഹങ്ങളിലേക്കും അങ്ങനെയുള്ള യാത്ര തുടങ്ങുന്നത്. അങ്ങനെ യാത്രയിൽ ഞങ്ങൾ 7ാം വർഷമെത്തുമ്പോൾ മമ്മൂക്കയായി ചേർന്ന് ഇങ്ങനൊരു സന്ധ്യ
കിട്ടിയതിൻ്റെ സന്തോഷം കൂടിയുണ്ട്, അതിനപ്പുറത്തൊന്നുമില്ല. താങ്ക് യു മമ്മുക്ക, താങ്ക് യു ടീം ചത്താപ്പച്ച. നമുക്ക് ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു മൊമെൻ്റ് ആണ്. ഐ തിങ്ക് ചത്താപ്പച്ചയ്ക്ക് ആ ഒരു സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു ഒരു മെമെൻറ്റോ കൊടുക്കാനുണ്ട്. അത് മനീഷ് തന്നെ കൊടുത്താൽ നന്നായിരിക്കും. ലെറ്റ്സ് ഗിവ് ഇറ്റ് അപ്പ് ഫോർ ടീം ചത്താപ്പച്ച. ക്യൂ സ്റ്റുഡിയോ ഫൗണ്ടർ ആൻഡ് എഡിറ്റർ മനീഷ് നാരായണൻ കൈമാറുന്നു a trophy to the entire team. ഷൗക്കു, നമുക്ക് ട്രോഫി ഉള്ളൂ. നമുക്കിവിടെ ഒരു സംഭവം കൂടിയുണ്ട്. അത് ഐ വുഡ് ലൈക്ക് ടു റിക്വസ്റ്റ് ഷഹദ് മൊയ്തീൻ, CEO Kenza TMT Steel Bars, as well as Mr. Rajesh C, Assistant Manager Ernakulam of Joy Alucas, to be present on stage with us. ഇനി മമ്മൂക്കയ്ക്ക് ഒരു ഡ്രോയിങ് ഒരു ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാനാണ്. റഹീം റെഡ്സ് ഒരു വൈറൽ ആർട്ടിസ്റ്റ് ആണ് റഹീം. ആ ഒരു ഡ്രോയിങ് നമുക്ക് വേണ്ടി ഒന്ന് സ്റ്റേജിലേക്ക് കൊണ്ടുവരാമോ പ്ലീസ് റഹീം? വാ മോനെ. റഹീം റെഡ്സ് ഒരു വൈറൽ ആർട്ടിസ്റ്റ് ആണ്. മമ്മൂക്കയ്ക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഡ്രോയിങ്. ഓ, വോൾട്ടറിന്റെ ഒരു ഡ്രോയിങ് ആണ്. Can I please welcome Rajesh C, Assistant Manager Ernakulam Joy Alucas. Can I please welcome Mr. Shahad Moideen, CEO of Kenza TMT Steel Bars, to receive the memento on behalf of Chatta Pacha. Thank you so much.